ജോൺ സാമുവൽ. എൻ്റെ എനിക്ക് 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്ത ആള് ദൈവവചനം പഠിക്കുവാനായിട്ട് ഡെറാഡൂണിൽ ആയിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് ഇവിടെ അടുത്ത് 2 hours ഫ്രം ഹിയർ മസായ യൂണിവേഴ്സിറ്റിയിൽ 3rd ഇയർ കോളേജിലാണ്. മൂന്നാമത്തെ കുഞ്ഞ് 2nd ഇയർ കോളേജിൽ. പിന്നെ ഏറ്റവും ഇളയാള് 9th ഗ്രേഡിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ച സഹോദരിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് റിയലി താങ്ക്സ് ടു ഓൾ ഓഫ് യു ആൻഡ് എസ്പെഷ്യലി സിസ്റ്റർ. മേ ഗാഡ് ബ്ലസ് യു. എൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥലം മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ അവിടെ 95-ലാണ് US മൈഗ്രേറ്റ് ചെയ്തത്. 99-ൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാനൊരു ജനിച്ചു വളർന്നത് പെന്തക്കോസ്റ്റൽ ഫാമിലിയിലായിരുന്നു. എങ്കിലും ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. US വന്ന് എൻ്റെ പഠിത്തമൊക്കെയും കഴിഞ്ഞു. ഇവിടെ തന്നെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററിൻ്റെ മകനാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇങ്ങനെ പാസ്റ്ററിൻ്റെ മകനാണല്ലോ, ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി പോകുവാൻ വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, എൻ്റെ ഫാദർ ഗോ ത്രൂ ചെയ്യുന്ന ട്രയൽസ് ആൻഡ് ട്രബിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം, ഒരു സാധാരണ വിശ്വാസിയെ പോലെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളിയോ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷനോ ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനും നേരത്തെ തന്നെ അങ്ങ് പറയുകയാണ്, എനിക്കതിനുള്ള താല്പര്യവും ഇല്ല. അന്നേരം എന്നോടും സെയിം തിങ് ആണ് പറഞ്ഞ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ആച്ചയുടെ പേരൻസ് ഞങ്ങളോട് പറയുമായിരുന്നു, ഞങ്ങൾ ഒരു മകനേ ഉള്ളൂ, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണാലിറ്റി, സ്ട്രോങ് പേഴ്സണാലിറ്റി, അങ്ങനെ there is a saying, you get what you see. എന്താണ് മനസ്സിൽ വരുന്നത് അത് ഞാൻ അങ്ങ് പറയുന്ന ആളാണ്. അപ്പം ഞാൻ പപ്പയോടും മമ്മിയോടും പറയും, പപ്പായും മമ്മി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, രാച്ചയുടെ ഡെഡിക്കേഷൻ അല്ലേ എന്നൊക്കെ പറയും. അന്നേരം പറയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും, തക്ക സമയത്ത് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിക്കും എന്നൊക്കെ പറയും. എന്നാലും എൻ്റെതായ ജസ്റ്റിഫിക്കേഷൻസ്, എൻ്റെതായ എക്സ്ക്യൂസസ് ഒക്കെ ഞാൻ അന്നും മുഖത്ത് നോക്കി പറയും. 2004-ലാണെങ്കിൽ ഞങ്ങളുടെ മകന് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ അവർ കാറ്റ് സ്കാൻ ചെയ്തപ്പം പറഞ്ഞു അവൻ്റെ കിഡ്നിക്ക് ഒരു ശകലം പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് സർജറി വേണ്ടി വരും. ഫർദർ ടെസ്റ്റിന് വേണ്ടി പോയിക്കൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നാട്ടിൽ വിളിച്ച് പേരൻസിനോട് പറഞ്ഞപ്പം ആദ്യം മമ്മി പറഞ്ഞത്, ഇനിയും ദൈവത്തിങ്കിൽ നിന്ന് അടി മേടിക്കാതെ യഥാസ്ഥാനപ്പെടണമെന്ന് പറഞ്ഞു. അതിനു മുമ്പേ 1-2 ആക്സിഡന്റ് ചാച്ചിക്ക് വന്നപ്പം പറഞ്ഞു, എബി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. അന്നേരം മമ്മി പറഞ്ഞു, എബി, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ പാതയിലൂടെ, ആ ഹിതത്തിൽ വരുന്നിടം വരെ ദൈവം ഇങ്ങനെ ബാലശിക്ഷകൾ അയച്ചുകൊണ്ടേ ഇരിക്കും. ഉടനെ ആച്ച പറഞ്ഞ്, എത്ര ദൈവത്തിൽ നിന്ന് അടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹമില്ല. ഞങ്ങൾ രണ്ടും ഇവിടെ പഠിച്ചു, ഞങ്ങളുടെ അതിൻ്റെതായ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത് വിളിച്ചു പറഞ്ഞ ഉടനെ ഇങ്ങനെ മമ്മി പറഞ്ഞു, ഇനിയും ദൈവത്തിൽ നിന്ന് അടി കിട്ടാതെ. അന്നേരം ആച്ചയുടെ മനസ്സിൽ അത് ശരിക്കും ഒന്ന് കൊണ്ടു. നമ്മൾ ഗോത്രൂ ചെയ്യുന്നതിനെക്കാട്ടി നമ്മളുടെ കുഞ്ഞുങ്ങൾ ഗോത്രൂ ചെയ്യുന്നത് കാണാൻ നമുക്ക് വിഷമമാണല്ലോ. അങ്ങനെ എന്നോട് ചാച്ച പറഞ്ഞു, ബിൻസി, എന്നോട് ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, ഇവിടെ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്താലല്ല ജീവിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ ഒരു സഡനായിട്ടൊരു ഡിസിഷൻ എടുത്തു. പിന്നെ എനിക്ക് ഒന്നും അധികം പറയാനായിട്ട് പറ്റിയില്ല, കുഞ്ഞിന് വയ്യാതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ സംസാരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നാൽ അങ്ങനെ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നൊന്നും. ഞങ്ങൾ രണ്ടും കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു കുഞ്ഞ് കടന്നു പോകുന്നത് കണ്ടത്. ഞാനാണെങ്കിൽ റൂമിൽ പോലും കയറാതെ മാറി നിന്നു. യാച്ചയാണ് പിന്നെ പ്രൊസീജിയർ റൂമിൽ കയറി ചെന്നത്.
അങ്ങനെ കുഞ്ഞ് അത് കഴിഞ്ഞിട്ടും ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ടും ഇവന് യൂറിനേറ്റ് ചെയ്യാനൊക്കെ വളരെ പെയിൻഫുൾ ആയിരുന്നു. അന്ന് രാത്രി എന്നോട് പറഞ്ഞു, ഇല്ല ബിൻസി, എനിക്ക് ദൈവഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാനൊന്നും അധികം ഒന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പിന്നെ പോയി. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ഒരു ഡിറക്ഷൻ കിട്ടിയത്, അല്ലെങ്കിൽ മനസ്സിൽ ഒരു തോന്നൽ വന്നത്. ഞാനെങ്കിലും അത് കഴിഞ്ഞിട്ട് ഫോളോയിങ് ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ അടുത്ത അൾട്രാസൗണ്ടിന് വേണ്ടി പോവാണ്, സർജറിക്ക് വേണ്ടി ഇത് ചെയ്യാൻ. ഉടനെ എന്നോട് അൾട്രാസൗണ്ട് ടെക്നീഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്, ഈ അൾട്രാസൗണ്ടിന് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. കുഞ്ഞിന് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു, ഒരു കിഡ്നിക്ക് ഹോഴ്സ് വന്നാന്നാ പറഞ്ഞത്, ഒരു കിഡ്നിക്ക് ഇച്ചിരി സ്വോളനാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ, ഇതിനകത്ത് നോർമലായിട്ടാണല്ലോ കാണുന്നത്. പിന്നെയും എന്നോട് പറഞ്ഞു, നീ എനിവേ യൂറോളജിസ്റ്റിനോട് സംസാരിച്ച് അവരായിരിക്കും ഫൈനൽ ഡിസിഷൻ പറയുന്നത്, പക്ഷേ ടു മീ എവറിത്തിങ് സീംസ് നോർമൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂറോളജിസ്റ്റിൻ്റെ അടുക്ക് ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞു, ഹീസ് കംപ്ലീറ്റ്ലി ഹീൽഡ്, ഒരു സർജറിയും വേണ്ട. കുഞ്ഞിനിപ്പം 20 വയസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് ഒരു അസുഖവും ദൈവത്തിന്റെ കൃപയാൽ വന്നിട്ടില്ല. അന്ന് ദൈവം അവനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞപ്പോൾ ചാച്ചിക്കാണെങ്കിൽ ഒച്ചിരിയുടെ അഷുറൻസ് കിട്ടി. പറഞ്ഞു, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. എന്തോ എൻ്റെ ഹൃദയം അന്നേരവും കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓഫ് കോഴ്സ് ഐ വാസ് വെരി ഹാപ്പി ടു സീ മൈ സൺ ഗെറ്റിംഗ് ബെറ്റർ. എന്നാലും എനിക്കങ്ങോട്ട് ആ വിളി കിട്ടിയില്ല. അതുമല്ല, എൻ്റെ ഉൾക്കണ്ണ് അങ്ങോട്ട് പ്രകാശിച്ചില്ല. എന്നാലും എൻ്റെതായ രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്യും. കുറച്ച് കഴിഞ്ഞ ഉടനെ എന്തുകൊണ്ടോ പണമൊക്കെ ആയി, ഇച്ചിരി കൂടെ വെൽ സ്റ്റേബിളായി. പിന്നെയും 2 കുഞ്ഞുങ്ങളെ കൂടെ തന്നു. അങ്ങനെ 4 കുഞ്ഞുങ്ങളും. അങ്ങനെ കഴിഞ്ഞ ഉടനെ എൻ്റെ പഠിത്തമൊക്കെ ഫിനിഷ് ചെയ്തു. മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നു എന്ന് ഡെഫിനറ്റ്ലി എനിക്കറിയാം. ബിക്കോസ് ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നും അല്ല. നല്ല പൊസിഷൻസിൽ എളുപ്പം എനിക്ക് ജോലിയിൽ നിന്ന് തന്നെ, ഈവൻ ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ അവരെന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടന്നെന്ന് പറഞ്ഞാൽ, ലോകത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയർച്ച കിട്ടിയപ്പോൾ എന്തോ എന്നിലെ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. എങ്കിലും പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്നിൽ തന്നെ പുകഴുമായിരുന്നു. എന്നിൽ തന്നെ എന്തോ ഞാൻ പ്രൗഡ് ആവുമായിരുന്നു. ആരഗൻ്റ് ആണോ? ഓഫ് കോഴ്സ് അല്ല. ഓഫ് കോഴ്സ് ഞാൻ ഐ ട്രൈ ടു ബി ഓൾവേസ് ഡൗൺ ടു എർത്ത്. പക്ഷെ എന്തോ ആണ്, സ്വയത്തിൽ ഒന്ന് പുകഴുവാനോ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ നിന്ന് പിന്നെ അകന്നുകൊണ്ടേയിരുന്നു. ഒരു ഈവൻ സാധാരണ വിശ്വാസികളെക്കാട്ടിൽ പുറകോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇച്ചിരി കൂടെ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പം കുറച്ചുകൂടെ ബിസി ആവും. ഞാൻ ഒരു കാര്യത്തിലേ ഉള്ളൂ സമയം കണ്ടെത്തിയിരുന്നത്, പ്രാർത്ഥനകൾക്ക് പോവാതെ പിന്നെയും അന്നേരമാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നത്. പിന്നെ ഞാൻ അങ്ങ് പറയും, ഞാൻ ബിസി ആണല്ലോ, അമേരിക്കൻ ലൈഫ് അല്ലേ, 4 കുഞ്ഞുങ്ങളല്ലേ, അതും ഏജ് ഒക്കെ അടുത്തടുത്ത കുഞ്ഞുങ്ങളാണ്. അങ്ങനെ അതിലൊക്കെ ബിസി സ്കെഡ്യൂളിൽ ഫോക്കസ് ചെയ്തു. പക്ഷെ ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് വളരെ വളരെ അകന്നു. ഞാൻ മാത്രം അറിഞ്ഞില്ല. എല്ലാവരും എൻ്റെ ഇത് നോട്ടീസ് ചെയ്തു. ഞാൻ കൂടുതലും ഹസ്ബൻഡിന്റെ ഹാർഡ് ടൈം കൊടുക്കുമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് സോ ഹാർഡ് ടു ഹാവ് എ വർക്ക് ലൈഫ് ബാലൻസ്. 4 കുഞ്ഞുങ്ങളെ നോക്കണം, പിന്നെ അവരുടെ ആഫ്റ്റർ സ്കൂൾ ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലെല്ലാം നമ്മൾ കൊണ്ടുപോകണം. ആച്ചയ്ക്കാണെങ്കിൽ മിക്കവാറും സോ ഹീസ് ഓൾസോ വർക്കിംഗ് ഫുൾ ടൈം. ഇപ്പോഴും ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടാണ് ദൈവവേല ചെയ്യുന്നത്. അന്നേരം ജോലി കഴിഞ്ഞിട്ട് എളുപ്പം ഓരോ ആക്ടിവിറ്റീസിൽ, ചർച്ചിന്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോന്നിലും ഇൻവോൾവ് ആവും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടേ ഇരുന്നു. നല്ലവണ്ണം ഹാർഡ് ടൈം ഒക്കെ കൊടുക്കുമായിരുന്നു. എന്തോ എൻ്റെ സ്റ്റാറ്റസിന് അങ്ങോട്ട് പാസ്റ്റർ എന്ന് പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നിപ്പോയി. ഉടനെ ഞാൻ എവിടെങ്കിലും പോകുന്ന ഉടനെ ആദ്യം ഞാൻ പാസ്റ്റർ ആണെന്ന് പറയുന്ന ഉടനെ എനിക്കങ്ങ് ഐ യൂസ് ടു മർമർ, ലൈക്ക് പുറകുറുക്കുമായിരുന്നു, എന്തോ ഇപ്പം പാസ്റ്റർ എന്ന് അവരോട് പറഞ്ഞിട്ട് എന്തോ കാര്യമാണ്. അന്നേരം എന്നോട് പറയുമായിരുന്നു, ബിൻസി,
എനിക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്തോ അതിനെക്കാട്ടിലും മഹത്വം ഞാൻ കാണുന്നത് ഒരു ദൈവത്തിന്റെ ദാസനാണെന്ന് പറയുന്നതിലാണ്. ഉടനെ എനിക്കങ്ങ് ഇറിറ്റേഷൻ ആയിരുന്നു. യുനോ എന്തിനാണ് ഈ ലോകക്കാരോട് പറഞ്ഞ് നമ്മളുടെ വില കളയുന്നതെന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടേയിരുന്നു. കോവിഡ് വന്നു. കോവിഡ് ടൈമിൽ ഞങ്ങളുടെ കമ്പനി നല്ലവണ്ണം റെസ്പോൺസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ മെയിൻ ലീഡായിട്ട് ഞാനാണ് ചെയ്തത്. ഉടനെ എല്ലാവർക്കും കോവിഡ് വന്നു. എനിക്ക് ആ സമയം മാത്രം കോവിഡ് വന്നില്ല. എന്നാൽ ഫസ്റ്റ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റാഫ് എല്ലാം ഹെസിറ്റേറ്റ് ചെയ്ത ഉടനെ ആസ് എ ലീഡർ ഞാൻ പറഞ്ഞു ഞാൻ ടേക്ക് കെയർ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം കോവിഡിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയാനകമായ ദിവസങ്ങളായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന ഉടനെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പേഷ്യൻസ് എല്ലാം ഉണ്ടല്ലോ, ഇല പൊഴിഞ്ഞ് താഴെ വീഴുന്നത് പോലെയാണ് ആൾക്കാർ മരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഉടനെ സ്റ്റാഫ് എല്ലാം റിസൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അന്ന് PPEക്ക് ഇച്ചിരി ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു, ഗ്ലൗസും മാസ്കും പ്രോപ്പർലി അറ്റയറിനൊക്കെ. എങ്കിലും ഞാൻ ലീഡർഷിപ്പ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഹോൾ വീക്ക് കോവിഡ് വാർഡിൽ നിന്നു. എല്ലാവരും നോക്കുന്നത് എനിക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, പക്ഷെ എനിക്ക് ദൈവം സഹായിച്ച് ഒന്നും വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ സ്റ്റാഫിനൊക്കെ കുറച്ച് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരൂടെ എൻ്റെ സ്വയം ഒന്ന് ഉയരാൻ തുടങ്ങി. അങ്ങനെ 2024 ഒരു ചെറിയ ഒരു ഡോട്ട് എൻ്റെ മൗത്തിൽ കണ്ടു. ലൈക്ക് റൈറ്റ് അബവ് അവർ അപ്പർ പാലറ്റ് എന്ന് പറയത്തില്ലേ, നമ്മളുടെ ഈ വിസ്ഡം ടീത്തിന്റെ റൈറ്റ് അബവിൽ ഒരു ചെറിയൊരു ഡോട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി എനിക്ക് മൗത്ത് ഒക്കെ ആണെങ്കിൽ പല്ലൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. നല്ല പല്ലാണ്. എന്നിട്ടും ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുക്ക് ചെന്ന് പറയും എനിക്ക് തോന്നുന്നു കമ്പി ഇടണമായിരിക്കും, ഇച്ചിരി പൊങ്ങുന്നു. അന്നേരം അവർ പറയും ഇല്ല, ഇത് പെർഫെക്റ്റ് ടീത്താ, ഇൻഷുറൻസ് ഒന്നും കവർ ചെയ്യത്തില്ല, ആരും കമ്പി ഇടത്തില്ല. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഓർത്തഡോണ്ടിസ്റ്റിന്റെ അടുക്ക പോകാന്ന് പറയും. ഞാൻ അവിടെയും പോയെന്നുള്ളൂ. അന്നേരം അവരെന്നോട് പറഞ്ഞു അവർ ക്രേസി, ഈ പല്ലിന് കമ്പി ഇടേണ്ട ഒരു കാര്യവുമില്ല, പെർഫെക്റ്റ് ടീത്ത്. അങ്ങനെ ഞാൻ ഒബ്സസ്ഡ് ആയിരുന്നു. കുഞ്ഞിലെ ആണെങ്കിൽ എന്നോട് പേരൻസ് ചോദിക്കും എങ്ങനെയുള്ള ആളെയാ നിനക്ക് കല്യാണം കഴിക്കുന്നത്, ചുമ്മാതെ വർത്തമാനമൊക്കെ കേൾക്കാൻ. അപ്പം ഞാൻ പറയും ഒന്നുമില്ലെങ്കിലും പെർഫെക്റ്റ് ടീത്ത് ആയിരിക്കണം, നല്ല പല്ലുള്ള പയ്യന്മാരെ വേണമെന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ചാച്ചയും കണ്ട ഉടനെ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്ന പുള്ളിയുടെ നല്ല പല്ലാണ്. ഉടനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ പേരൻസിനോട് പറഞ്ഞു നല്ല പല്ലുള്ള ഒരു പയ്യനാണല്ലോ അതെന്ന് പറഞ്ഞു. ഞങ്ങൾ ചർച്ചിൽ അന്ന് കണ്ടുമുട്ടുന്ന ഫാദർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മകൻ പാട്ടുപാടി. ഈ പാട്ടൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല. പേരൻസിന്റെ അടുക്കൽ ഇങ്ങനെ വന്ന് പറഞ്ഞു നല്ല പല്ലിനുള്ള ഒരു പയ്യനാണെന്ന് പറഞ്ഞു. അപ്പോഴേ മമ്മി പറഞ്ഞു ഓ ഇങ്ങനൊന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പുള്ളിയെ കാണുന്നതും പിന്നെ അങ്ങനെയാണ് കല്യാണമൊക്കെ ആവുന്നത്. അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ അടുക്ക് ഡെന്റിസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചു നീ ഇത്രയും ചെറിയ ഒരു കാര്യം, അതും ആർക്കും കാണാൻ പറ്റാത്തടത്ത് നീ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തനിയെ ഫ്ലോസ് ചെയ്യും, എല്ലാ രാത്രിയിലും ഞാൻ പല്ലൊക്കെ ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അൺബിലീവബിൾ, ബിക്കോസ് ഞാൻ പോലും ഈ എവറി 6 months ഞങ്ങൾ ക്ലീനിങ്ങിന് പോവും. ഇറ്റ്സ് കവേർഡ് ബൈ ദി ഇൻഷുറൻസ്. അന്നേരം ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഞാൻ പോലും കണ്ടില്ല, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേറെ പ്രയാസങ്ങളായിട്ടൊന്നും കാണുന്നില്ല, ഒരു ചെറിയ ഡോട്ടാണ്. പിന്നെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഫ്ലോസ് ചെയ്തപ്പം പഞ്ചർ ചെയ്തതായിരിക്കും, ഒരു ചെറിയ ഒരു റെഡ് പോലെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ എന്താ ചൂടുവെള്ളം ലൈക്ക് വാം വാട്ടറിനകത്ത് സോൾട്ട് ഇട്ടിട്ട് ഗാർഗിൾ ചെയ്താൽ മതി, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അങ്ങനെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. സോ യൂഷ്വലി ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യും. മൗത്തിൽ എന്ത് സോഴ്സ് വന്നാലും ഇറ്റ് ഷുഡ് ഗോ വേ വിത്തിൻ 6 to 7 days. അത് പോയി കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെയും വരുന്നുണ്ട്, പക്ഷെ അങ്ങ് പോകും. സോ അടുത്ത 6 months കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓയിൻമെന്റ് തന്നു. അത് പുരട്ടി കഴിഞ്ഞപ്പം ഇത് പിന്നെയും ഡിസപ്പിയർ ചെയ്തു. അത് കഴിഞ്ഞ് 1 year കഴിഞ്ഞപ്പോഴേ എൻ്റെ ഗംസ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡാർക്കർ, അത് ബ്ലാക്ക് ആയി.
അന്നേരം ഈ ചിരിക്കുന്ന ഉടനെ നല്ലോണം പല്ല് കാണിച്ച് ചിരിക്കുന്നത് കൊണ്ട് ഈ മോണ കറുത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഡെന്റിസ്റ്റിനോട് പറഞ്ഞു ബിൻസി ഇത് പ്രയാസമൊന്നുമില്ല, ചിലപ്പോൾ ഈ ഷുഗർ ഹൈ ആണെങ്കിൽ ഇങ്ങനെ വരാറുണ്ട്, സോ നീ അതൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്. ഇപ്പം പ്രൈമറിയുടെ അടുക്കലാണല്ലോ, ഓരോ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. പ്രൈമറിയുടെ അടുക്ക് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ ഗം കറുത്ത് കാണുന്നത് ഇഷ്ടമില്ല. അതും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ്. അന്നേരം എന്നോട് പറഞ്ഞു ഓഫ് കോഴ്സ് ഇച്ചിരി ഒബ്സസ്ഡ് ആണല്ലോ. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് കോസ്മെറ്റിക്കലി എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യണം, അല്ലാതെ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇമോഷണൽ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ കാര്യമായിട്ട് എടുക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ ക്വസ്റ്റ്യനെയർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പം ചിരിക്കാറില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ ചെയ്യാറില്ല. അപ്പം എന്നോട് പ്രൈമറി പറഞ്ഞു എന്തെല്ലാം ആൻസേഴ്സ് ഇടാമോ അതെല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷെ നീ ഒരു ബയോപ്സി ഇട്ടേക്കാം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബയോപ്സിയുടെ കാര്യമൊന്നുമില്ല, എനിക്ക് കോസ്മെറ്റിക്കലി എളുപ്പം ഇത് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു വൈ ഡോണ്ട് യു ജസ്റ്റ് ഗെറ്റ് എ ബയോപ്സി ഡൺ, എനിവേ കവറേജ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നീ ബയോപ്സി എടുത്തോ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീയാണ് പേഷ്യൻ്റായിട്ട് എൻ്റെ അടുക്ക വന്നാൽ ഞാൻ ട്രീറ്റ് ചെയ്യാം. പിന്നെ വലിയ നേഴ്സും പിന്നെ എൻ്റെ എൻ്റെ ടൈറ്റിലും പറഞ്ഞു ആ രീതിയിൽ എൻ്റെ അടുക്ക വന്നാൽ എനിക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഗോ ഗെറ്റ് ബയോപ്സി ഡൺ എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ജോലി കൂടെ ചെയ്യുന്ന ആളല്ലേ, പിന്നെയും കാണണമല്ലോ എന്ന് വെച്ച് പുള്ളിക്ക് ആ ഡോക്ടറിനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഒന്നുമില്ല എന്നുള്ളത്. എൻ്റെ വേണ്ടി ഞാൻ ബയോപ്സിക്ക് പോയി. ലോങ് സ്റ്റോറി ഷോർട്ട്, ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തനിയാണ് റിസൾട്ടൊക്കെ മേടിക്കാൻ പോയത്. ഉടനെ ആണ് എന്നോട് പറഞ്ഞത് മെലനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആണെന്ന്. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല, ബിക്കോസ് എനിക്ക് അതിൻ്റെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസും ഇല്ല. അന്നേരം ഞാൻ പിന്നെയും എനിക്ക് എന്തോ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്തതായതുകൊണ്ട് എനിക്കങ്ങ് ഭൂമി കറങ്ങുന്നത് പോലൊക്കെയോ എന്തോ ഒരു അൺസ്റ്റേബിലിറ്റി വരുന്നത് പോലെ തോന്നി. അന്നേരം എന്നോട് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് മെലനോമ. മെലനോമ എന്ന് പറയുന്നത് സ്കിൻ ക്യാൻസർ ആണ്. അത് നമ്മൾ കളേർഡ് സ്കിന്നായ ആൾക്കാർക്ക് വെരി റെയർലേ വരത്തുള്ളൂ. അതും മൗത്തിലെന്ന് പറഞ്ഞാൽ ദ റെയർസ്റ്റ് ടു ഹാപ്പൻ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ എന്ന് പറയുന്ന ഒരു ഐവി ലീഗ് നല്ല ഹോസ്പിറ്റലാണ്, യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നതൊക്കെയാണ്. അവിടെ കുറേ നാൾ ജോലി ചെയ്തതാണ്. അപ്പം എന്നോട് ചോദിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലോട്ട് റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അത് തന്നെ ചെയ്തോ, ബിക്കോസ് എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ഒക്കെ അറിയാം. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ടും എക്സ്പെഡൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു. ഉടനെ തന്നെ ഞാൻ എൻ്റെ കണക്ഷൻസിലുള്ള ഡോക്ടേഴ്സിനോടെല്ലാം വിളിച്ചു പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നമ്മളെല്ലാം ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിട്ടുണ്ട്, സർജനെ വിളിച്ചിട്ടുണ്ട്, അവർ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് അപ്പോയിൻമെന്റ് തരും. സോ വാട്ട് ഹാപ്പൻഡ് ഇൻ US എന്ന് വെച്ചാൽ 2020 ഇവിടെ മാർച്ച് ഒക്കെ ആയപ്പോഴാണ് കോവിഡ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത്. സോ എല്ലാ അപ്പോയിൻമെന്റ്സും എസ്പെഷ്യലി സ്പെഷ്യലിസ്റ്റിൻ്റെ എല്ലാം ബാക്ക്ഡപ്പ് ആണ്. അന്നേരം എന്നോട് പറഞ്ഞു എൻ്റെ ബയോപ്സി ചെയ്ത സർജൻ പറഞ്ഞു ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും കിട്ടാൻ, നമുക്കതും കൊണ്ട് വേറെ ഹോസ്പിറ്റലിലും പറയാം, എത്രയും പെട്ടെന്ന് നമുക്ക് ആദ്യം അപ്പോയിൻമെന്റ് തരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. പക്ഷേ എൻ്റെ മൂത്ത സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സ്പിരിച്വലി വളരെ മുന്നോട്ട് ഉള്ള ആളാണ്. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, ഞങ്ങളെയൊക്കെ വഴക്ക് പറയും, ദൈവം കൂടുതലായിട്ട് സ്പിരിച്വലി മുന്നേറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബിനി എന്നാണ് പേര്, ബിനുമാമയോട് ഒരു എന്താണ് ഒരു ഇഷ്ടക്കുറവാണ്. എപ്പോഴും ഞാൻ ബിനാമയോട് പറയും ബിനാമേ ഞങ്ങളെല്ലാം കല്യാണം കഴിച്ച് ഇപ്പം പഴയ പോലെ ബിൻമാമയുടെ ഇളയ അനിയത്തിയൊന്നും അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പറയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും നടത്തുന്നവരാണ്. അപ്പം മൂത്ത ചേച്ചിയാണ്, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ബിൻസി കളി പറയരുത്, ഇതൊന്നും കുഞ്ഞു കളിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ബിൻമാമ എനിക്ക് ക്യാൻസറാ. ഉടനെ ബിനുമാമ കരഞ്ഞോണ്ട് പറഞ്ഞു ഇത് നിന്നെ തകർക്കുവാനല്ല, പക്ഷെ നിന്നെ പണിയുവാനാണെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ബിനുമാമയോട് അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വലിയൊരു സിമ്പതിക്ക് വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോഴാ പണിയാൻ സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഫോൺ അങ്ങ് ഹാങ് അപ്പ് ചെയ്തു. എനിക്ക് അതുപോലെ അങ്ങ് ദേഷ്യം വന്നു. പക്ഷെ ബിനുമാമ പിന്നെയും വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു. അന്നേരമൊക്കെ എനിക്ക് മനസ്സിൽ അങ്ങ് ഒരു പുറുപുറുപ്പാണ്, എന്താണ് അങ്ങ് ദേഷ്യമുണ്ടല്ലോ.
പക്ഷെ ഞാൻ ഭവനത്തിൽ ചെന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് നാട്ടിലായിരുന്നു. വിളിച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. കരഞ്ഞിട്ട് വളരെ നേരം കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എൻ്റെ കുഞ്ഞൊക്കെ കടന്നു വന്നു, ഇളയ ആള്. അപ്പം ഞാൻ അവനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരുന്നപ്പോഴേ ദൈവ ദൈവസന്നിധിയിൽ ഒന്ന് കടന്നു ചെല്ലണമെന്നോ ഒന്നുമില്ല. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പിന്നെ വീട്ടിൽ പോകാൻ നേരം പറഞ്ഞു, ഒരു കുഴപ്പമില്ല ബിൻസി, നമ്മൾ സർജിക്കലി എല്ലാം റിമൂവ് ചെയ്യാൻ എത്രത്തോളം റിമൂവ് ചെയ്യണമെന്നുണ്ടോ അതെല്ലാം ചെയ്തു. പിന്നെ അവിടെ തന്നെ അവര് OR തന്നെ വെച്ച് ഒരു ഒരു ലാബ് നോക്കും ക്ലിയർ ആയോ എന്ന്. അന്നേരം എന്നോട് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ മാർജിൻ ഫ്രീ എന്ന് പറയുന്നതല്ല, ക്ലിയറൻസ് വന്നോ എന്ന് അറിയാൻ വേണ്ടി അവർ സെൻഡ് ഔട്ട് ലാബ് ചെയ്യും. പക്ഷെ എന്നോട് അതുപോലെ അഷുറൻസ് പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത മകനാണെങ്കിൽ ബൈബിൾ ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്ന് അവൻ 10th ഗ്രേഡ് മുതൽ പറയാണ്. ഉടനെ ഞാൻ പറയും, ജോഷുവ, എല്ലാവരും വന്ന് പാസ്റ്റേഴ്സും പ്രവാചകരും ഒക്കെ വീട്ടിൽ വന്നിട്ട് പ്രവചിക്കും അവനോട് ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തവനാണെന്ന്. അവർ പോകുന്നതിന് മുമ്പേ ഞാൻ അവനെ മാറ്റി നിർത്തി പറയും, ചുമ്മാതെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ഓബിയസ്ലി വല്യപ്പച്ചൻ പാസ്റ്ററാണ്, ഫാദർ പാസ്റ്ററാണ്, അതുകൊണ്ട് അങ്ങനെ പറയത്തുള്ളൂ. നീ ഇതിനകത്തൊന്നും ഇവരൊന്നും കേട്ട് ഒന്നും ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കും, നീ ഇതിനകത്ത് ഇതൊന്നും കേൾക്കരുത്. മോൻ നല്ലോണം പഠിക്കുന്ന കുഞ്ഞാണല്ലോ, അതുകൊണ്ട് നല്ലോണം പഠിച്ച് എനിക്ക് അവനെ ഒരു കാർഡിയോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ പേരൻസിന് ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജോഷുവ, ഗ്രാൻഡ് പേരൻസിന് നീ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം, എനിക്കും എൻ്റെ പേരൻസിന്, അതുകൊണ്ട് എനിക്കും അങ്ങനെ ആവണമെന്ന് പറഞ്ഞു. ഇവിടെ വളർന്ന കുഞ്ഞാണെങ്കിലും അതുപോലെ കേട്ടു. 12th കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, മാം എനിക്ക് മേജർ തിയോളജി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പോലും പറ്റത്തില്ല. ഈ പാസ്റ്റർമാരൊക്കെ വരുന്ന ഉടനെ ഞാൻ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ എല്ലാം വേറെ രീതിയിലൊക്കെ പഠിത്തമുള്ളവരാണെങ്കിൽ ഞാൻ പറയും, എൻ്റെ കുഞ്ഞിനെ അങ്ങ് ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ പൈതങ്ങളുടെ ഭാവിയൊക്കെ നല്ലവണ്ണം സേഫ് ആക്കിയല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ പ്രവചനം ഒന്നും ഇവിടെ പറയരുതെന്നൊക്കെ പറയും. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറയും, ബെൻസി, മുഖത്ത് നോക്കി ഇങ്ങനെ എടുത്തടിച്ച പോലെ വർത്തമാനം ഒന്നും പറയരുത്. ഞാൻ പറയാം, അതിനെന്തുവാ, എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിനൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് 2 years അവൻ ബയോളജി പഠിച്ചു. നല്ലോണം പഠിക്കുന്ന കുഞ്ഞ്, നല്ലോണം പെർഫോം ചെയ്യുന്ന ആള്. ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, മാം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്, ഞാനൊരു ജോനയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്, ദൈവം വിളിച്ച വഴിയിലൂടെയല്ല ഞാനിപ്പം സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് മമ്മിയോട് എനിക്ക് എതിർത്ത് പറയുന്നതിൽ വിഷമമുണ്ട്, എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി വിടണമെന്ന് പറഞ്ഞു. എനിക്ക് അവനോട് അങ്ങ് ഭയങ്കര ദേഷ്യം തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ആണെങ്കിലും നല്ല നെയ്ബർഹുഡിൽ താമസിച്ചാലേ നല്ല സ്കൂളുകളിൽ വിടാൻ പറ്റത്തുള്ളൂ. ഉടനെ ഞാൻ എൻ്റെ ആയ രീതിയിൽ അവൻ്റെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, നിന്റെ വിളിയാണ് ഞാനൊരു കാർഡിയോളജിസ്റ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവവേല ചെയ്തോ, പക്ഷെ ഒരു ജോലിയോടുള്ള രീതിയിൽ ചെയ്താൽ മതി, ഡാഡി ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിന്റെ വിളിയാണ് അത്, പക്ഷെ എൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണമെന്നുള്ളതാണ്. അവനോടുള്ള ദേഷ്യത്തിൽ ഞാൻ ഒരു ട്രൂ കോളിംഗ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നീ പോയി ഇന്ത്യയിൽ പോയി ബൈബിൾ കോളേജ് പഠിച്ചാൽ മതി. അവൻ ആകെ 2-3 വട്ടം അങ്ങണ്ടേ നാട്ടിൽ പോയിട്ടുള്ളൂ. അന്നേരം ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ എനിവേ ബൈബിൾ കോളേജിൽ വിടത്തില്ല, തിയോളജിക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, വേണമെങ്കിൽ നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെറാഡൂണിൽ അവനെ പിന്നെ അഡ്മിഷൻ എടുത്ത് പറഞ്ഞു വിട്ടു. പോയി കഴിഞ്ഞ ഉടനെ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട്, ഞാൻ ഓർത്ത് ലാസ്റ്റ് മിനിറ്റിൽ അവൻ എന്നോട് പറയും, ഇല്ല മമ്മി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ ഇവിടെ നിന്ന് മറ്റേ കോളേജ് കംപ്ലീറ്റ് ചെയ്തോളാമെന്ന്. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം. ഓബിയസ്ലി ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അവനെ എൻ്റെ ദേഷ്യത്തിന്റെ പുറത്താണല്ലോ വിട്ടതെന്ന്. ഞാൻ എവരിഡേ വിളിച്ചിട്ട് പറയും, ഞാൻ വെരി സോറി, യു കം ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയും, ഇല്ല, ഞാൻ ഇവിടെ സർവൈവ് ചെയ്യാവോ എന്ന് എനിക്ക് നോക്കട്ടെ, എനിക്കൊരു 6 months 6 months പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആദ്യത്തെ സ്റ്റുഡൻസിനെല്ലാം
അവിടെ വളരെ പ്രയാസം വന്നു. ബിക്കോസ് തണുപ്പെന്ന് പറയുന്നത് ഡെറാഡൂണിൽ ഇതാണ്. പിന്നെ അവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല. എല്ലാവർക്കും പനി. ചെന്ന ആ ആ പിന്നെ മാസം തന്നെ എല്ലാവർക്കും പനിയും സ്റ്റൊമക് ഫ്ലൂവും ഒക്കെ വന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ ഒരു സന്തോഷമുണ്ട്, ഇവൻ സിക്ക് ആവുകയാണെങ്കിൽ ഞാൻ വന്ന് ഇങ്ങ് വിളിച്ചോണ്ട് വരും. പക്ഷെ അവന് മാത്രം എല്ലാവരും ഇവനെയായിരുന്നു കൺസേൺഡ്, ബിക്കോസ് ഇവിടുന്ന് പോയ പൈതലാണല്ലോ. അവന് മാത്രം ഒരു അസുഖവും വന്നില്ല. അതുപോലെ ദൈവത്തിന്റെ കരങ്ങളിൽ അവനെ വഹിച്ചു. അത് എനിക്കൂടെ ഒരു അഷുറൻസ് ആയിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പം ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിരുന്നു. ഞാൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഒരാഴ്ചയോളം ഇരുന്നു. അത് കഴിഞ്ഞ് ഫോളോയിങ് വീക്കിൽ ഞാൻ പോയ ഉടനെ ഈ യൂണിറ്റ്സിലൊക്കെ ചെന്ന് ഞാൻ നോക്കുന്ന ഉടനെ ആൾക്കാരുടെ മാനേജേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ഞാൻ വരുന്നത് ഒബ്വിയസ്ലി വിസിറ്റ് ചെയ്യുന്നത് ഇൻസ്പെക്ഷൻ പോലെയാണ്. ഉടനെ ഒരു ദിവസം എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, നീ ബിൻസി ജോൺ സാമ്യൽ ആണോ? ഞാൻ പറഞ്ഞു ആന്നു. എന്നോട് പറഞ്ഞു, കെൻ യു ഗ്രാബ് എ ചെയർ, ഐ വാണ്ട് ടോക്ക് ടു യു. യൂഷ്വലി പേഷ്യൻസ് സംസാരിക്കണമെന്ന് പറയുമ്പം കുറ്റങ്ങൾ പറയാനാണ്, കംപ്ലൈൻറ്റ്സ് പറയാനാണ്. അപ്പം ഞാൻ ഒരാഴ്ച അവധി എടുത്തിട്ട് വന്നതേ ഉള്ളൂ. സ്റ്റേറ്റിൻ്റെ ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അങ്ങ് ബിസിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടോ ഇനി എന്ത് കംപ്ലൈൻ്റ് ആയിരിക്കും, സമയം എൻ്റെ വേസ്റ്റ് ചെയ്യാനായിരിക്കും എന്നും പറഞ്ഞ് ഞാനൊരു ചെയർ എടുത്ത് അടുത്ത് ഇരുന്ന് ഉടനെ എന്നോട് പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിങ് മീ, ദൈവാത്മാവ് എന്നോട് പറയുന്നു, യു നീഡ് ടു ട്രസ്റ്റ് ഇൻ ഗാഡ്. അപ്പൊ ഇവിടുത്തെ ഒരാളാണ്, നമ്മൾ ഒരിക്കലും അതൊന്നും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. ഞാൻ പിന്നെ അവരുടെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ എന്നോട് പറയുന്നു, യു നീഡ് ടു ട്രസ്റ്റ് ഇൻ ഗാഡ്. ഞാനപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മൂത്ത കുഞ്ഞാണ്, ഞങ്ങൾ അതുപോലെ താലോലിച്ച് വളർത്തിയ പൈതലാണ്, ഇവിടുത്തെ ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡ് ആണ്, അതുകൊണ്ട് സ്പോയിൽഡാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവനെ ഇങ്ങനെ ദൈവവേലയ്ക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ആ ദേഷ്യത്തിന് ഞാൻ നാട്ടിൽ പറഞ്ഞു വിട്ടു. ഉടനെ അവരെന്നോട് പറഞ്ഞത്, നിന്റെ ഒരു തോന്നലുണ്ട്, സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ക്ലോസർ ടു യു ആൻഡ് ദ ഫാമിലി ആൻഡ് ഇൻ USA. എന്നോട് പറഞ്ഞത്, ദ സേഫസ്റ്റ് പ്ലേസ് ഇസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. കർത്താവിന്റെ കരങ്ങളിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അത് വേറെ ആളിൽ നിന്നും, അത് ഒന്നും അറിയാത്ത ഒരാളിൽ നിന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലാണ്, അതുകൊണ്ട് ദൈവം അവനെ നടത്തും. എങ്കിലും മെറ്റേണൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ജോഷുവയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമ്മൾക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾക്കുള്ള കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യലും ഒക്കെ അവന് വേണ്ടി കൂടുതൽ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലൊക്കെ ഫൈനാൻഷ്യലി കൂടുതൽ ജോഷുവായ്ക്ക് വേണ്ടി തിരിച്ചു. പിന്നെ നമ്മളുടെ 401(k)യും അതെല്ലാം ഞാൻ അന്നേരം തന്നെ മാറ്റിയിട്ട് കൂടുതൽ പങ്ക് ജോഷുവായ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ സിബ്ലിങ്സിനോടൊക്കെ പറയും, അവനെ ടേക്ക് കെയർ ചെയ്യണം, നിങ്ങൾക്കൊക്കെ ജോലി കിട്ടുമ്പോഴും അവനെ ടേക്ക് കെയർ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവരെന്നോട് പറയും, മാം, ഇവിടുത്തെ മൂത്ത മകൻ്റെ കൂട്ടല്ല മറ്റേ കൊച്ചുങ്ങളൊക്കെ, അവർ പറയും, യു ആർ ക്രേസി, പിന്നെ ജോഷോ വിൽ ബി ഫൈൻ, ഞങ്ങളെക്കാട്ടിൽ ജോഷോ നല്ലതായിട്ട് ജീവിക്കുമെന്നൊക്കെ പറയും. എന്നാലും ഞാൻ പറയും, കുഞ്ഞിനെ മറന്നു കളയല്ലേ, നിങ്ങൾ വലുതായി ഇങ്ങനൊക്കെ ചുമ്മാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഉടനെ എന്നോട് എൻ്റെ ഹസ്ബൻഡും പറയും, ബിൻസി, ദൈവത്തിൽ കൂടുതലായിട്ട് നീ വിശ്വസിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോഴും എവറി വെൻസ്ഡേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഞാൻ മനസ്സിലും ചിലപ്പം പറഞ്ഞിട്ടുമുണ്ട്, നമ്മളെക്കാട്ടി നല്ല പിള്ളേരാണ് നമ്മുടെ പിള്ളേരെന്നൊക്കെ പറയും. ഞങ്ങൾ ഈ ഏജിലൊക്കെ എന്തെല്ലാം വെളച്ചില്, എന്തെല്ലാം ട്രബിൾസ് ഒക്കെ പേരൻസിന് കൊടുക്കുമായിരുന്നു. യാച്ചാ ബൈ ഗാഡ്സ് ഗ്രേസ് ഈ പിള്ളേർ ഇവിടെ വളരുന്നതാണെങ്കിലും നല്ലോണം സോഫാറൊക്കെ പോകുന്നുണ്ടല്ലോ. ഉടനെ എന്നോട് പറയും, ബിൻസി, പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ഡിപ്പോസിറ്റ്സ് ആണ്, അല്ലാതെ പ്രശ്നം വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്, മുൻകൂട്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതൊന്നും എനിക്കങ്ങോട്ട് ഏശത്തില്ലായിരുന്നു. എന്തുകൊണ്ടോ ഞാൻ വളർത്തിയതിൻ്റെ മേന്മയാണെന്നൊക്കെ ഉള്ള ഒരു തോന്നലായിരുന്നു എനിക്ക്. അങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞുടനെ ഈ ക്യാൻസറിൻ്റെ വന്ന ഉടനെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഇറങ്ങി തിരിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി സെക്യൂർ ചെയ്യാനായിട്ട് എൻ്റെ മാനസികമായ ചിന്തകളിലൂടെ ആ ലിമിറ്റഡ് തോട്ട്സിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. പക്ഷെ എൻ്റെ ജീവിതം എൻ്റെ ജീവന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലാക്കി. അപ്പോൾ ഞാൻ മനസ്സിൽ
ചിന്തിച്ചു, ഇത് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, നിന്റെ ജീവിതം ഇസ് വെരി ലിമിറ്റഡ്. പക്ഷെ എൻ്റെ മുഖത്തേക്ക് ഇറങ്ങി തിരിച്ച ദൈവം വിശ്വസൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ച ഒരു കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ ലിമിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പല കാര്യങ്ങളിലും ഈ സർജറിക്ക് മുമ്പേ ആണ് ഞാൻ ജോഷയോട് പറഞ്ഞു, നീ തിരിച്ചു വരണം. എനിക്കങ്ങ് ദൈവത്തോടും ദേഷ്യമായിരുന്നു, പേരൻസിനോട് ദേഷ്യം, കാണുന്നവരോടെല്ലാം അങ്ങ് ദേഷ്യം. പേരൻസിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ പറഞ്ഞു വിട്ടു, എനിക്കാണെങ്കിൽ ഇത്ര ക്യാൻസർ ഒക്കെ വന്നു. അന്നേരം എന്നോട് എൻ്റെ ഇൻലോസ് പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ, ദൈവം ജീവിതത്തിൽ ഒന്നും ദോഷകരമായിട്ടൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് കേൾക്കാനുള്ള ഇതില്ല. ഞാൻ ജോഷുവയുടെ ദേഷ്യത്തോടെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, തിരിച്ചിങ്ങ് വരണം, മമ്മിക്ക് ക്യാൻസർ ആണ്, മമ്മിയെ ടേക്ക് കെയർ ചെയ്യാൻ ആളും ഇല്ല, അതുകൊണ്ട് തിരിച്ചു വരണം. ഉടനെ എന്നോട് ജോഷ പറഞ്ഞത്, മാം ഇപ്പോഴെല്ലാം മത്സരിക്കുന്നത് ദൈവത്തിന്റെ കൃപയ്ക്കും ദയയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദൈവപ്രവൃത്തി നമ്മളുടെ കുടുംബത്തിൽ നടക്കും. മമ്മി എന്നെ ഇവിടെ വിട്ടതിന് ഒരു ദൈവീയ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് എപ്പം നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുന്നോ ഞാൻ അവിടെ കാണും, അന്നേരം കാണും. പക്ഷെ എൻ്റെ ഈ സെമസ്റ്റർ ഫൈനൽസ് നടക്കുന്ന സമയമായിരുന്നു. ഈ സെമസ്റ്റർ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്നെ നീ നിർബന്ധിക്കരുത്, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഉടനെ കടന്നു വരാമെന്ന് പറഞ്ഞു. കുഞ്ഞും കൂടെ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ വേറെ ചോയ്സ് ഒന്നുമില്ലല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ജോഷുവ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. ഫസ്റ്റ് സർജറി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അഷ്വറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബയോപ്സി എടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ടിന് വേണ്ടി ചെന്നു. എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. ഉടനെ ചെന്ന ഉടനെ അവരാണെങ്കിൽ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. അതിന് ഒരു ഡോക്ടർ കടന്നു വരേണ്ടതിന് വരെ ദ ഹോൾ ടീം കെയിം ടു അവർ റൂം. ഓൾമോസ്റ്റ് 13 to 15 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേഴ്സ് അവിടെ ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. എന്നിട്ട് എന്നോട് എൻ്റെ സർജൻ പറഞ്ഞു, ബിൻസി ഞങ്ങൾ ചിന്തിച്ചതുപോലൊന്നേ അല്ല, ഇതാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് റാപ്പിഡ് ഗ്രോയിങ് ക്യാൻസർ ആണ്, ഇതൊരു റെയർ ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്, ഞങ്ങൾ ഉദ്ദേശിച്ചതിലും അത് പടർന്നു. അതുകൊണ്ട് ഇനി ഒരു മേജർ സർജറിയും കൂടെ വേണം. ഇറ്റ് മൈ ടേക്ക് 13 hours. വായെല്ലാം ഓൾറെഡി ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. അത് ബോണിലോട്ട് പോയി, അത് ലിംഫ് നോഡ്സിൽ പോയി, അത് ബ്രെയിനിലോട്ടും പോയി. അതുകൊണ്ട് 2 ചോയ്സസ് ഉണ്ട്. നമുക്ക് മെഡിക്കലി പെയിന് മോർഫിൻ മാനേജ് ലൈക്ക് പാലിയേറ്റീവ് കെയർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഈ സർജറിയിലൂടെ ഗോ ത്രൂ ചെയ്യാം. ചിലപ്പോൾ ഞങ്ങൾക്ക് ഹാഫ് ഓഫ് ദ ഫേസ് റിമൂവ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് അത് ചെയ്യേണ്ടി വേണോ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലോട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുവാൻ തയ്യാറല്ല, എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് എന്തെല്ലാം റിമൂവ് ചെയ്യണോ അതെല്ലാം റിമൂവ് ചെയ്തോ, എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർ പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ അങ്ങോട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ഒരു ദൈവിക സമാധാനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. അന്നേരം ഞാൻ ഒരു ശബ്ദം കേട്ടത്, എൻ്റെ കൃപ നിനക്ക് മതി. അതിലൊന്നും എനിക്ക് സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഞാനങ്ങ് വചനം ധ്യാനിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അതിൻ്റെ ഡെപ്ത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കരയുന്നത് എനിക്ക് കാണാം, കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു സൈഡിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം എന്നെ പണിയുവാനാണ്, എനിക്കൊന്നും വരുത്തത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒന്നും കൂടെ നോക്കി, ഇതെന്താണ്, ഇനിയും ബ്രെയിനിലോട്ടൊക്കെ പോയതിൻ്റെ ഒരു ഷോക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ സിബ്ലിങ്സ് ഒക്കെ ആച്ചെ വിളിക്കുന്നുണ്ട്, എല്ലാവരും ഗുഡ് ന്യൂസ് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ്, ഹീൽഡ് ആയെന്ന് അറിയാൻ. പക്ഷെ ആച്ചൻ പറഞ്ഞു, ഇല്ല, ഇത് ഇച്ചിരൂടെ പ്രയാസമാണ്, അതുകൊണ്ട് ഇനിയും സർജറീസ് വേണം, നിങ്ങളെല്ലാം ബിൻസിയെ വന്ന് കാണണം, അവള് ഇനിയും പഴയതുപോലുള്ള മുഖമായിരിക്കത്തില്ല, ഇങ്ങനെ വായെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു മേജർ സർജറിയാണ്, മുഖമെല്ലാം പകുതി റിമൂവ് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ സിബ്ലിങ്സ് ഒക്കെ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ആ സെക്കൻഡ് സർജറിയിലൂടെയും ഗോ ത്രൂ ചെയ്തു. അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ പാലറ്റ് മൊത്തം റിമൂവ് ചെയ്തു. പാലറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ നോസിനെ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ പാലറ്റ് ആണ്, അത് ഡ്രോപ്പ് ആവും. അതിന് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഫ്ലാപ്പ് എടുത്തു, ഇച്ചിരി മാംസം എടുത്തു, പിന്നെ വെയിൻ എടുത്തു, ബോണ് കാലയിൽ നിന്നെടുത്തു. അങ്ങനെ ഒരു ഹ്യൂജ് സർജറി. സോ എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടി വന്നു, പല്ലൊക്കെ റിമൂവ് ചെയ്തു.
അവര് പിന്നെ എന്നോട് പറഞ്ഞു, ഈ 13 hours ഇങ്ങനെ തുറന്നിരുന്ന് സർജറി ചെയ്യുന്ന ഉടനെ സ്വോളൻ ആണ്, ഹെവി ബ്ലീഡിങ് ഉണ്ട്. പിന്നെ ലിംഫ് നോട്ട്സ് ഇവിടുന്ന് ഇവിടം വരെ ലിംഫ് നോട്ട്സ് 23 ലിംഫ് നോട്ട്സ് റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഈ ചെവിയിൽ നിന്ന് ശരിക്ക് കേൾക്കത്തില്ല. പിന്നെ ഇവിടെ എല്ലാം ഇപ്പോഴും നന്നായിട്ടിരിക്കുവാണ്, ഒന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. ഉടനെ എന്നോട് പറഞ്ഞു ട്രേക്ക് ഇടേണ്ടി വരും, അങ്ങനെ ശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്താലും എനിക്ക് ജീവിക്കുവാനുള്ള കൊതിയും ആഗ്രഹവും ഉണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഒരു സ്ഥാനത്ത് എത്തിയിട്ടില്ല. കുഞ്ഞുങ്ങളെ കാണുന്ന ഉടനെ നമുക്ക് ഭയങ്കര വിഷമമാണ്. രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ വിഷമമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേന് എനിക്കാണെങ്കിൽ കണ്ണങ്ങ് നിറയുക. അവരുടെ മുമ്പിൽ വെച്ച് കരയാനുള്ള ആഗ്രഹമില്ല, ബിക്കോസ് അവരെല്ലാം സ്ട്രോങ് ഒരു മമ്മിയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോയ്സസ് രണ്ടുണ്ട്. ഞാനും മിസറബിൾ ആയി മറ്റുള്ളവരെ മിസറബിൾ ആക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും സ്ട്രോങ് ആയിട്ടിരിക്കും. സോ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, എൻ്റെ ഹസ്ബൻഡും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ മിസറബിൾ ആയ എല്ലാവരും കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിൽ പോസിറ്റിവിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് മോർണിംഗ് ടൈമിലൊക്കെ നിൽക്കും. പക്ഷെ റൂമിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ വായിലെ കരയുമായിരുന്നു. രാത്രി കാലങ്ങളിൽ ഞാൻ എൻ്റെ പില്ലോസ് നനയ്ക്കുമായിരുന്നു, അതുപോലെ കരയും. പക്ഷെ പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് എനിക്ക് അന്നേരവും വന്നില്ല. അങ്ങ് ഭയങ്കര ദേഷ്യമാണ്, ക്വസ്റ്റ്യനിങ് ആണ് ദൈവത്തോട്. എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ഇത്, എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു വർഷത്തിന് മുമ്പേ ആണെങ്കിൽ ചെറിയതായിട്ട് ഇവിടെ സ്കിൻ ക്യാൻസർ മോസ്റ്റ് ഓഫ് ദ വൈറ്റ്സിനുണ്ട്. അതൊരു ബിഗ് ഡീൽ ഒന്നും അല്ല. അത് അവർ മാർജിന് ഇങ്ങനെ തോണ്ടിയെടുക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ റിമൂവ് ചെയ്യും, ബാക്ക് ടു നോർമൽ. അങ്ങനെ ഒരു പ്രൊസീജിയറിൽ കൂടെ നടക്കാമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ അവർ ബയോപ്സിക്ക് വിട്ടിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരുന്നു. സെക്കൻഡ് സർജറി കഴിഞ്ഞു. ഫസ്റ്റ് സർജറി തന്നെ പെയിൻഫുൾ ആയിരുന്നു. സെക്കൻഡ് സർജറി കഴിഞ്ഞ് ഞാൻ സെഡേഷനിൽ നിന്നൊക്കെ എണ്ണിച്ചപ്പോഴത്തേന് 16 hours ആയി. അപ്പം ഹസ്ബൻഡും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കയറി വന്നു. ബാക്കി ആർക്കും കയറി വരാനുള്ള ഒരു മനസ്സിന് ഒരു കട്ടിയില്ലായിരുന്നു. രണ്ടുപേരും കൂടെ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ ഫേസ് എത്രത്തോളം അവർ റിമൂവ് ചെയ്തെന്ന് ചോദിച്ചു. പക്ഷേ ഇത്രയും ലോങ് സർജറി ആയതുകൊണ്ട് അവര് കോൺസ്റ്റന്റ്ലി എൻ്റെ ഫാമിലി മൊത്തം ഉണ്ട് ഇവിടെ, എല്ലാവരും ഉള്ളതുകൊണ്ട് കുറേ ഫാമിലീസ് വെയിറ്റിംഗ് ഏരിയയിലുണ്ട്. അവർ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ചോദിച്ചു എത്രമാത്രം എൻ്റെ ഫേസ് റിമൂവ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ദൈവം വലിയ ചെയ്തു. പെറ്റ് സ്കാൻ ഒക്കെ എടുത്ത് പല സ്കാനിങ് കഴിഞ്ഞിട്ടേ നമ്മളെ സർജറി ചെയ്യത്തുള്ളൂ. അന്നേരം എല്ലാം ഈ പെറ്റ് സ്കാനിൽ ഷൈനി ആയിട്ട് തോന്നുന്നിടമാണ് ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്ത്. അന്നേരമൊക്കെ അവർ പറഞ്ഞു ബ്രെയിനിലോട്ട് പോയിട്ടുണ്ട്. അതാണ് റിസൾട്ട്സ് റിവ്യൂ ചെയ്ത് പറയാണ്. ആ ലാസ്റ്റ് സ്കാനിൽ, സർജറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ സ്കാനിൽ അവർ കണ്ടുപിടിച്ചു പിന്നെ ബ്രെയിനിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എൻ്റെ ഫേസ് റിമൂവ് ചെയ്യേണ്ട, ഹാഫ് ഓഫ് ദ ഫേസ് റിമൂവ് ഇല്ല, പക്ഷെ ബാക്കിയെല്ലാം റിമൂവ് ചെയ്തു. അവർക്ക് തന്നെ അതിശയമെന്ന് തോന്നിപ്പിക്കുന്ന വിധം എന്നെ എക്സ്റ്റുബേറ്റ് ചെയ്ത ഉടനെ തന്നെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് എനിക്ക് ട്രേക്ക് ചെയ്യേണ്ട വന്നില്ല. ഈവൻ ദ ഡേ ആഫ്റ്റർ എന്നോട് സർജൻ വന്ന് ചോദിച്ചു നീ എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ബിക്കോസ് ആ ഫ്ലാപ്പ് കൊണ്ട് നോസ്ട്രിൽസ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ബ്രീത്ത് ചെയ്യാം. അന്നേരം എന്നോട് പറഞ്ഞു എങ്ങനെയൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, ഓക്സിജൻ സാച്ചുറേഷൻ 98 ഉണ്ടല്ലോ. ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നതെന്ന്. ഇപ്പോഴും എനിക്ക് ഒരു നോസ്ട്രിലൂടെ എയർ എടുക്കാൻ പറ്റത്തുള്ളൂ, ഈ നോസ്ട്രിൽ കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ ട്രേക്കും ഇല്ലാതെ ഫേസ് ഹാഫും പോവാതെ ദൈവം എന്നോട് ചെയ്ത കരുണയും വിശ്വസ്തതയും. എന്നിട്ടും ഞാൻ എൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടുത്തെ സർജൻസ് എന്നോട് കാണിക്കുന്ന വളരെ നല്ലതായിട്ട് ഒരു സാധാരണ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലല്ല. ഉടനെ എന്തോ എൻ്റെ ഒരു കഴിവാണ്, എൻ്റെ ഒരു മിടുക്കാണ്, ഇത്രയും പെട്ടെന്ന് സർജറി ചെയ്തു, ഇത്രയും പെട്ടെന്ന്. എന്നിട്ട്
എന്നിട്ട് അവർ തന്നെ പറയുമല്ലോ, നീ ഒരു ഫൈറ്ററാണ്, നീ സംസാരിക്കുന്നുണ്ട്, പക്ഷെ മൂക്കിക്കൂടെ ട്യൂബൊക്കെ ഇട്ടേക്കുക, വായെല്ലാം swollen ആണ്, അങ്ങനെയാണ് കഴിക്കുന്നതൊക്കെ. ഉടനെ എനിക്കെന്തോ എൻ്റെ കണക്ഷൻസും കൊണ്ട്, എൻ്റെ ഹുക്കപ്സും കൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് സർജറി ചെയ്തത്, അങ്ങനെ ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്യുന്നൊക്കെ ഒരിതില് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണല്ലോ. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇവർ ഇത്രയും പിന്നെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കഴിവുകൊണ്ടാണ് ഇത്രയും ചെയ്തത്. അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞു, 7 days കഴിഞ്ഞു വീട്ടിൽ പോയി. അങ്ങനെ എന്നോട് പറഞ്ഞു റേഡിയേഷൻ ഉടനെ തുടങ്ങണം, കീമോയും ഉടനെ തുടങ്ങണം. അതുപോലെ ഒരു വല്ലാത്ത ഒരു ക്യാൻസറാണ്, അത് കാർന്ന് തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനപ്പം റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്, വായെല്ലാം റിമൂവ് ചെയ്ത് വെച്ച്. അന്നേരം പറഞ്ഞു നമുക്ക് സമയമില്ല, ഉടനെ തന്നെ തുടങ്ങണം. റേഡിയേഷനിലൂടെ ഗോ ത്രൂ ചെയ്തു. അറിയാമല്ലോ, വായ്ക്കകത്തോട്ടാണ് റേഡിയേഷൻ അടിക്കുന്നത്, നാക്കെല്ലാം കുതിർന്ന് ലൈക്ക് കുമ്പള പോലെയാണ്, വായെല്ലാം ബേൺ ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പ് എന്നോട് പറഞ്ഞു ഫേസിലോട്ട് അടിക്കുന്ന ഉടനെ നല്ലവണ്ണം അങ്ങ് കറക്കും, അതുകൊണ്ട് കുഞ്ഞുങ്ങളോടും കാണാൻ വരുന്നവരോടും ഒരു ഹെഡ്സപ്പ് കൊടുക്കണം, ബിക്കോസ് ഒരു വികൃതമായിരിക്കും. പക്ഷെ നമ്മളുടെ ഓരോ സെൽസും ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവത്തിന്റെ കരങ്ങളിലാണെന്നും നമ്മുടെ തലയിലെ ഓരോ മുടിയും എണ്ണുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡെപ്ത് ഒന്നും മനസ്സിലാക്കത്തില്ല. എൻ്റെ ഫേസിന് ഒരു ബേണും വന്നിട്ടില്ല, ഇവിടെ മാത്രം ഒരു റെഡ്നെസ് വന്നു. പക്ഷെ വായെല്ലാം എന്താ പൊള്ളി കുടർന്നിരിക്കുന്ന അവസ്ഥ. എനിക്ക് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, വേദന എന്ന് പറഞ്ഞ വേദന. പക്ഷെ ഹെവി ഡോസ് ഓഫ് പെയിൻ മെഡിക്കേഷൻ കൊണ്ട് അവരെന്നെ ഇത് ചെയ്യുന്നോണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആദ്യത്തെ കീമോ ചെയ്തു, ശരീരമൊക്കെ വേദനയാണ്, സൈഡ് എഫക്റ്റ് ബോൺ പെയിൻ ആണെന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും ഞാൻ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പെയിന് സഹിച്ച് നിൽക്കുവാൻ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജീവിക്കുവാനുള്ള കൊതി കൊണ്ട് എന്തും ഞാൻ ഗോ ത്രൂ ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. രണ്ടാമത്തെ കീമോ ചെയ്തു. മൂന്നാമത്തെ കീമോയ്ക്ക് കടന്നു ചെന്ന ഉടനെ നമ്മളുടെ ലിവർ എൻസൈംസ് അവർ നോക്കിയിട്ടേ മരുന്ന് തരത്തുള്ളൂ. ഉടനെ അതിനു മുമ്പ് എന്നോട് പറഞ്ഞു ബിൻസി വി കനോട്ട് ട്രീറ്റ് യു. ഞാൻ പറഞ്ഞു അതെന്താണ്? വിത്ത് ഓൾ ദ മെഡിക്കേഷൻ ദേ സെഡ് ദാറ്റ് ക്യൂർ ആയില്ലെങ്കിൽ 6 മാസമേ നിനക്ക് കാലാവധി ഉള്ളെന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു ഇതാണെന്നാ പറഞ്ഞത് ഈ ക്യാൻസർ. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് കീമോ വേണം, അങ്ങനാണെങ്കിൽ ഈ ക്യാൻസറിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം പറഞ്ഞു ലിവർ ഫെയിൽ ചെയ്തെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഷോക്കായി പോയി. ഒന്നാമത് ക്യാൻസർ ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പം ലിവർ ഫെയിലിയറും കൂടെ, എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. അവരെന്നെ കൈ ഒഴിഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ലിവർ തിരിച്ചു വരാതെ ഒരു മെഡിക്കേഷൻസും പറ്റത്തില്ല. എന്നിട്ട് പെയിൻ മെഡിക്കേഷൻ എന്നോട് പറഞ്ഞു ചില പെയിൻ മെഡിക്കേഷൻസ് ലിവറിലൂടെയാണ്, ചില വെരി റെയർലി കിഡ്നിയിലൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്തെന്നറിയത്തില്ല, ആ പെയിൻ മെഡിക്കേഷൻ എടുത്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് സീഷേഴ്സ് വരാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി പെയിൻ മെഡിക്കേഷനും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ദേഹം മൊത്തം കീറി മുറിച്ച് വെച്ചേക്കുക, വാ മൊത്തം ഇവിടുന്ന് കഴുത്തിന് മുറിവ്, പലവിധമായ ഡ്രെയിനേജ് ഉണ്ട്, 4-5 ഡ്രെയിനേജ് ഉണ്ട്, കയ്യില് കാലയില് എല്ലാം. ഞാൻ പറഞ്ഞു പെയിൻ മെഡിക്കേഷൻ എടുക്കാതെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഈ ലിവറാണ് പെയിൻ മെഡിക്കേഷൻസിനെ എല്ലാം മെറ്റാബിലൈസ് ചെയ്യുന്നത്. സോ ലിവർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പെയിൻ മെഡിക്കേഷനും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിരാശ എന്ന് പറഞ്ഞാൽ നിരാശ. ഓരോ കാര്യങ്ങളും നമ്മളെ പിന്നെ തളർത്തുന്നതും തകർക്കുന്നതുമായ ന്യൂസുകളാണ്. അങ്ങനെ ലിവറിലോട്ട് അവർ വിചാരിച്ചു ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെതായ ബയോപ്സി എല്ലാം ഒരു പെയിൻ മെഡിക്കേഷൻ തരാതെ എവിടെല്ലാം കീറി മുറിക്കാമോ അതെല്ലാം അവരെന്നെ ചെയ്തു. എങ്കിലും ഇതെല്ലാം ഫേസ് ചെയ്യാൻ ഞാൻ വില്ലിങ്ങായിരുന്നു, ബിക്കോസ് ജീവിക്കുവാൻ വേണ്ടി. ഒരു ദിവസം ഞാൻ എല്ലാ ആഴ്ചയിലും ലിവറിന്റെ എൻസൈം ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പക്ഷെ ഒരു എനിക്കാണെങ്കിൽ എന്തോ ഒരു സമർപ്പണം ഒന്നും അന്നൊന്നും വരാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ല, അങ്ങ് റിബല്യസ് നേച്ചറിലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ദിവസം ലാബ് എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് മദറിലോ ചോദിച്ചു എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചു.
നമ്മുടെ ലിവർ എൻസൈംസ് 5 to 50 ആണ്. എൻ്റേതാണെങ്കിൽ 2000 2500 ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഡോക്ടേഴ്സിനൊക്കെ എന്താണെന്ന് അറിയത്തില്ല, കൺഫ്യൂസ്ഡാ. ലിവറിന്റെ ഫെയിലിയർ ആണെങ്കിൽ യൂഷ്വലി ജോണ്ടിസ് വരും, മുഖമൊക്കെ മഞ്ഞിക്കും, യൂഷ്വലി കണ്ണ് മഞ്ഞിക്കും, അസൈറ്റിസ് വരും. പക്ഷെ നമ്പേഴ്സ് നോക്കിയാൽ ലിവർ ഫെയിൽഡ് ആണ്. പക്ഷെ ബാഹ്യമായ യാതൊരു സിംറ്റംസും കാണുന്നില്ല. അവർ തന്നെ കൺഫ്യൂസ്ഡ് ആണ് എന്തായി സംഭവിക്കുന്നതെന്ന്. ഉടനെ എന്നോട് എൻ്റെ മദറിലോ പറഞ്ഞു, ബിൻസി, ഒരു യുണീക്ക് ടെസ്റ്റ് മണിക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ക്യാൻസർ മെഡിക്കേഷൻ ഇല്ലാതെ ക്യൂർ ചെയ്തെന്നൊരു ടെസ്റ്റ് മണിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു പോകുന്നത്, ഐ എം വെരി ട്രാൻസ്പെയറൻറ്റ്. ആദ്യം മനസ്സിൽ പോയത്, ഞാനൊരു മരുമകളല്ലേ, ഡോട്ടർ ഇൻ ലോ അല്ലേ, സ്വന്തം മകളല്ലല്ലോ, അപ്പൊ റീപ്ലേസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ എനിക്കറിയാം ഞാൻ ഇവർക്ക് പറ്റിയ ഒരു ഡോട്ടർ ഇൻ ലോ അല്ലെന്ന്, ബിക്കോസ് സ്പിരിച്വലി ഒന്നും അത്ര മുന്നോട്ടല്ലാത്തോണ്ട്. സോ മനസ്സിലുണ്ട്, എളുപ്പം ഞാൻ തീർന്നു പോയാൽ അവർക്ക് പറ്റിയ ഒരു ഡോട്ടർ ഇൻ ലോ ഒക്കെ കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ എൻ്റെ മദർ ലോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഇരിക്കുന്നത്. ഞാൻ അവരുടെ ജീവിതത്തെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ചില ഫോൺ കോൾസ് ഒക്കെ പപ്പായ്ക്ക് വരുമ്പം എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിൽ നിന്ന് തന്നെ ആത്മീയമായ ആത്മീയമായ വേൾഡിൽ നിന്ന് തന്നെ അതുപോലെ കോൾസ് ഒക്കെ വന്ന് ഇനി എന്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഗോത്രൂയിലൂടെ ശോധനയിലൂടെ ഗോത്രൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പപ്പായ്ക്ക് ഇച്ചിരി ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ, ഈ കോള് കഴിയുന്നുണ്ട്, പപ്പായ്ക്ക് ഈ പ്രയാസം വരും, പ്രശ്നം വരും, ബ്ലഡ് പ്രഷർ ഹൈ ആവും, ഇങ്ങനൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും റൈറ്റ് ആഫ്റ്റർ ഫോൺ കോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കിട്ടുന്ന ഉടനെ അവരുടെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആ മുറിയിലോട്ട് പോകും. മണിക്കൂറുകൾ, ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വാക്കുകൾ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ ഒക്കെ വരും. എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇത്രയും ഒച്ച വെച്ച് സംസാരിക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിൽ, ഒരു സാമാന്യ മര്യാദ എന്നൊക്കെ ഞാൻ അങ്ങ് ചിന്തിക്കും മനസ്സിൽ. ചിലപ്പോൾ എനിക്ക് വീഡിയോ കോളിലൂടെ പിന്നെ എന്താണ് മീറ്റിംഗ്സ് ഒക്കെ വെക്കണമെങ്കിൽ ഞാൻ ബേസ്മെന്റിലൊക്കെ പോകും, അതുപോലെ സൗണ്ടാണ്. പക്ഷെ ഇറങ്ങി വരുന്ന ഉടനെ നല്ല കാം ആൻഡ് കൂളായിട്ട് രണ്ടുപേരും കൂടെ. അന്നേരം ഞാൻ മമ്മിയോട് ചോദിക്കും എങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ എന്നോട് പറയും, ബിൻസി, ഞങ്ങളെ വിളിച്ചത് ദൈവമാണ്, ദൈവം വിശ്വസ്തൻ, ഞങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിന്റെ വാക്ക് കേട്ടാണ് പോകുന്നത്. ദൈവത്തെങ്കിൽ എന്തെങ്കിലും ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഓർത്ത് വറി ചെയ്യുവാണെങ്കിൽ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ഞാൻ ദൈവത്തില് ഭരമേൽപ്പിച്ചു, ഞങ്ങൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് ദൈവം ടേക്ക് കെയർ ചെയ്യും. ഇങ്ങനെ എപ്പോഴും മമ്മി പറയുന്നത്, ദൈവത്തിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ദൈവം ടേക്ക് കെയർ ചെയ്യും. അങ്ങനെ കൂൾ ആൻഡ് കാമായിട്ട് നടക്കുന്നു. അതുപോലെ ഈ സമയം മമ്മിയാണ് ഒരു സ്കാർഫ് എടുത്തുകൊണ്ട് വന്ന്, ഞാൻ ഈ 2ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കാലുകളൊക്കെ വീക്കായി തുടങ്ങി. ഞാൻ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ADLs എല്ലാം ഞാൻ മറ്റൊരാളുടെ ആശ്രയം വെച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പരസഹായമില്ലാതെ എണ്ണിച്ച് നടക്കുവാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് താഴെ ഒരു ചെയറിൽ കൊണ്ടിരുത്തും, പിന്നെ മമ്മി ടേക്ക് കെയർ ചെയ്യും. അങ്ങനെയാണ് ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇറങ്ങി ഓടാനും പറ്റത്തില്ല, എണ്ണിച്ച് റൂമിൽ പോകാനും പറ്റത്തില്ല. യൂഷ്വലി അമ്മ പ്രാർത്ഥിക്കണമെന്നുള്ള കാരണം പറയുമ്പോഴേ ഞാൻ റൂമിൽ പോകും, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിയുടെ അസൈൻമെന്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബിക്കോസ് പിന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് പറയും, മമ്മി 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നല്ലല്ലോ, ഇത് മണിക്കൂറുകളല്ലേ പ്രാർത്ഥിക്കുന്നത്, അതും കൊണ്ടാന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ എനിക്ക് അങ്ങനെയുള്ള എനിക്കാണ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എൻ്റെ പ്രാർത്ഥനയൊക്കെ തീരും. ആകെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. ഇതാണെങ്കിൽ ലോകത്തിലുള്ളവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോ എൻ്റെ കുഴപ്പമാണ്, എന്തിനാണെന്നൊക്കെ. അന്നേരം എന്നോട് പറയുമായിരുന്നു, ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം വരണം, എന്നാലേ. പക്ഷെ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന രീതി സംസാരിച്ചിട്ടില്ല. എന്നോട് പറയും, ബിൻസി, ആത്മാക്കളെ കുറിച്ചുള്ള
പോലുള്ള ഭാരം വരുന്ന ഉടനെ നമ്മൾ തനിയെ പ്രാർത്ഥിച്ചു പോകും, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകും. നശിച്ചു പോകുന്ന ജനങ്ങളെ കാണുന്ന ഉടനെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങല, എനിക്ക് ഈ ഫീലിങ്സ് ഒന്നുമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഫാമിലി അങ്ങനെ ജീവിക്കണം, കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണം, പൈസ ഉണ്ടാക്കണം, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്രവർത്തനം. മമ്മി ഉടനെ എൻ്റെ കാലിൻ്റെ താഴെ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്ത് ഞാനും അങ്ങ് പ്രാർത്ഥിച്ചേക്കാം, വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ ഒരു അസാധാരണമായ ഒരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക്. ഞാൻ കൊച്ചിലെ അന്യഭാഷയൊക്കെ പറയുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ജോലിയായി, പണമായി, അത് കഴിഞ്ഞ ഉടനെ പിന്നെ വേറെ ഒരു രീതിയിലോട്ട് ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു അസാധാരണമായ ഒരു ശക്തി, ഒരു പവർ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരും. ഞാൻ ഒരിക്കലും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ പ്രാപിച്ചിട്ടില്ല. അത് അസാധാരണമായി, എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത പോലെ ഞാൻ പറഞ്ഞില്ല, വായെല്ലാം പൊള്ളി കുടർന്നിരിക്കുക. പക്ഷെ ഞാൻ ശക്തമായിട്ട് ആരാധിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഉടനെ പിന്നെയും എനിക്ക് എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ തികയ്ക്കുന്ന ദൈവമാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ അസാധാരണമായിട്ട് ആ ശക്തിയും ഒരു ദൈവിക സമാധാനം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പൊ മമ്മിക്ക് മനസ്സിലായി ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 2 hours പ്രാർത്ഥിച്ചു. ഞാനാണെങ്കിൽ അങ്ങ് കരയുവാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് മമ്മി പറഞ്ഞു, ബിൻസി വിഷമിക്കേണ്ട, നീക്കുപോക്കുണ്ട്. ഒരു സങ്കീർത്തനത്തിൽ മമ്മി ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി, അതിനുവേണ്ടി താഴ്ത്തി സമർപ്പിക്കുവാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ചെറുതായിട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു, ഇത്രയും നേരം സംസാരിക്കുകയൊക്കെ ചെയ്തതല്ല, ബിക്കോസ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുക. എനിക്ക് 65 സ്റ്റിച്ചസ് ആണ് വായിക്കകത്ത് തന്നെ. അതും റേഡിയേഷൻ്റെയും കൊണ്ട് എല്ലാം കൂടെ വേദനയാണ്. അപ്പോൾ അവർ എന്നോട് പറയുമായിരുന്നു, ഒത്തിരി മൂവ് ചെയ്താൽ, ഈവൻ ടങ് വരെ എന്നോട് പറയുമായിരുന്നു മൂവ് ചെയ്യിക്കരുത്, ബിക്കോസ് ബ്ലീഡിങ് തുടങ്ങിയാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ നെർവ് എൻഡിങ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ മൗത്തിലാണ്. അന്നേരം എന്നോട് പറയും വേദന കൂടും. പക്ഷെ ഈ 2 മണിക്കൂർ എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞോണ്ടേ എനിക്ക് ഒരു വേദനയും എൻ്റെ ശരീരത്തിൽ അല്ല എൻ്റെ വായിൽ അനുഭവപ്പെട്ടില്ല. അന്നേരം എന്നോട് അമ്മ പറഞ്ഞു, ഞാൻ എടുത്ത് കയ്യെ പിടിച്ചോണ്ട് പോകാം, നീ പോയി കിടക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഇതൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഞാൻ കണ്ണടച്ചുകൊണ്ട് കിടന്നപ്പോഴേ ഒരു TV സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തനത്തിലൂടെ സംസാരത്തിലൂടെ ഞാൻ ദൈവത്തെ അല്ലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചോ, അതെല്ലാം എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കണ്ടു. ഞാൻ ഒന്നുകൂടെ കണ്ണ് തുറന്ന് നോക്കി. ഞാൻ വിചാരിച്ചു ഇനി നമ്മളുടെ ലിവർ ഫെയിൽ ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മളുടെ ബോധത്തിന് ഇച്ചിരി മാറ്റങ്ങൾ വരും, അബോധാവസ്ഥയിലോട്ടൊക്കെ, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടത്തില്ല നമ്മളുടെ തിങ്കിങ്ങിനൊക്കെ. അതുകൊണ്ടായിരിക്കും എന്ന് വെച്ച് ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയെ വിളിച്ചു, എൻ്റെ മദർ ഇൻ ലോയെ. ഉടനെ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ആരെങ്കിലും വന്ന് സംസാരിച്ചോന്ന് ചോദിച്ചു. ഞാനോട് കാണാൻ വല്ലവരും വന്ന് കാണും. അന്നേരം എന്നോട് പറഞ്ഞില്ല. എന്താ ബിൻസിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏതാണ്ടൊക്കെ കാണുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ശക്തമായിട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മമ്മിക്ക് മനസ്സിലായ ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ആണ്. പക്ഷെ എനിക്ക് ആ ആത്മീയ ദർശനം ഇല്ലാഞ്ഞതുകൊണ്ട്, ഒരിക്കലും അനുഭവപ്പെടാഞ്ഞതുകൊണ്ടും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം വൺ ബൈ വൺ, ഈവൻ ടു ദ ഫാക്ട് ദാറ്റ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ നിസ്സാരമായിട്ട് തമാശന്റെ രൂപത്തിൽ ഞാൻ പറയുമായിരുന്നു, എടാ ഇനി നല്ല പെൺപിള്ളേരെ ഒന്നും കിട്ടത്തില്ല, സൗന്ദര്യമുള്ള പെണ്ണിനെ ഒന്നും കിട്ടത്തില്ല, പഠിത്തമുള്ള പെണ്ണിനെ ഒന്നും കിട്ടത്തില്ല, നീ പിന്നെ ബൈബിൾ സ്കൂളിൽ പോയതല്ലയോ, അതുകൊണ്ട് നിന്റെ സിബ്ലിങ്സും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഉടനെ ഇങ്ങനത്തെ വെരി ലിമിറ്റഡ് റീസോഴ്സസിലൊക്കെ ജീവിക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെയും പറയുമായിരുന്നു, പേരൻസ് എത്രത്തോളം നിന്നെ ടേക്ക് കെയർ ചെയ്യുമെന്ന് അറിയത്തില്ല, മമ്മിക്കും ഡാഡിക്കും there are limitations ഒക്കെ പറഞ്ഞ് അത് എവറി സിംഗിൾ തിങ് ഇങ്ങനെ. ഞാനപ്പം വിചാരിച്ചു, എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞിനോട് ഞാൻ തമാശന് പറഞ്ഞതുപോലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് അവൻ എടുത്ത വേല നമ്മൾക്ക് ആർക്കും കഴിയാൻ പറയാം.
ഏറ്റവും മഹനീയമായ, ഈ ലോകത്ത് നേടാവുന്നമായ മഹനീയമായ വേലയാണ് അവൻ ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ എഡ്യൂക്കേഷനിലൊക്കെ, അല്ലെങ്കിൽ എൻ്റെ ആ ലിമിറ്റഡ് തിങ്കിങ്ങില് അറിവിലും ഞാൻ ആ ദൈവത്തിനെ ഒരു ചെക്ക് ബോക്സിൽ ഇടുവാനാണ് ശ്രമിച്ചത്. അതാണ് എന്നെ ദൈവം കാണിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഇൻലോസിനോടൊക്കെ എനിക്ക് ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാനില്ലാത്തപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട്, എസ്പെഷ്യലി ജോഷുവയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട്, അതും കൊണ്ടാണ് അവൻ ഈ ബൈബിൾ കോളേജും മിനിസ്ട്രിന്നൊക്കെ അവൻ്റെ ഉള്ളിൽ വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, യൂഷ്വലി ഗ്രാൻഡ് പേരൻസ് ആണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത്, അന്നേരം ഒന്നും നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം വളർന്നു വന്ന് ഒരുവിധമായി കഴിഞ്ഞപ്പോഴാണോ ഗ്രാൻഡ് പേരൻസിന്റെ ഇതും വന്നോണ്ട്. അന്നേരം ഒക്കെ ഇവരൊന്നും എന്നോട് തിരിച്ചു പറയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി എന്തുമാത്രം ഞാൻ ഇവരുടെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തെല്ലാം ഞാൻ ഇൻഡയറക്ട്ലി ഡയറക്ട്ലി എൻ്റെ ഇൻലോസിനോട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് ഞാൻ ഒത്തിരി ഹാർഡ് ടൈം കൊടുക്കുമായിരുന്നു. എന്നോട് പറയുമായിരുന്നു, പിൻസി എനിക്ക് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് ദൈവവചനം ശുശ്രൂഷിക്കാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് നീ എന്നോട് വഴക്കുണ്ടാക്കല്ലേ. ഉടനെ ഞാൻ ഇച്ചിരി കൂടെ മുതലെടുക്കുമായിരുന്നു. ശനിയും ഞായറും ആണല്ലോ മീറ്റിങ്സ്, ഞാൻ ഫ്രൈഡേ മുതൽ നോക്കും എന്തെങ്കിലും കാരണമുണ്ടോന്ന്. പുള്ളി ആവുന്നത് നോക്കും, എല്ലാം ടേക്ക് കെയർ ചെയ്യും. എങ്കിലും ഞാൻ ഒന്ന്, അല്ലെങ്കിൽ വീടിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു ചെറിയൊരു മഗ് തിരിഞ്ഞിരിക്കുന്നതല്ലേ കുഴപ്പം, അങ്ങോട്ട് ഇരിക്കും, അതുപോലെ എന്തെങ്കിലും നെറ്റ്പിക്ക് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ വീട്ടിലൊരു കലഹം ഉണ്ടാക്കുമായിരുന്നു. എന്നാലും ഒന്നും പറയത്തില്ലായിരുന്നു. എന്നോട് പറയും, ഞാൻ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളെന്ന് പറയും. എന്നിട്ട് ഈ ആൾക്കാർക്ക് മനസ്സിലാവും, സഭയിലുള്ളവർക്കൊക്കെ. ബിക്കോസ് ഞാൻ അങ്ങനൊന്നും ചർച്ചിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ പുറകിലിരിക്കും. പുറകിലിരുന്നിട്ട് ലാസ്റ്റ് ചെല്ലും, ആദ്യം എണ്ണിച്ച് ഞാൻ ഇങ്ങ് പോരും. ആൾക്കാരോടൊന്നും സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. ചില ആൻറ്റിമാരൊക്കെ എന്നോട് പറയുമായിരുന്നു, ബിൻസി ദൈവദാസിന് ഒരു സ്ട്രോങ് കോളിംഗ് ഉണ്ട്, ബിൻസി സപ്പോർട്ട് ചെയ്യണോ. ഉടനെ എനിക്ക് അങ്ങ് ദേഷ്യമായിരുന്നു. ഞാൻ പറയാം, എൻ്റെ ഭർത്താവിനെ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഈ ആൻറ്റിമാരൊക്കെ അങ്ങ് ആത്മാവിൽ ആരാധിക്കുന്നതും ഒക്കെ കാണുന്ന ഉടനെ ഞാൻ ചാച്ചിയോട് പറയുമായിരുന്നു, ഒരു മര്യാദ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഇത്രയും അലച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇത്രയും തുള്ളി ചാടേണ്ട ഒന്നും കാര്യമില്ലെന്നൊക്കെ പറയുമായിരുന്നു. ഉടനെ ചാച്ച എന്നോട് പറയുമായിരുന്നു, ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. അതും എസ്പെഷ്യലി ന്യൂലി പെന്തക്കോസ്റ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേന് അവരാണെങ്കിൽ അങ്ങ് ആരാധിക്കുന്നത് കണ്ട മണിക്കൂറുകൾ ആരാധിക്കും. ഒരു ദിവസമാണെങ്കിൽ ഒരാളാണെങ്കിൽ വന്ന് അങ്ങ് പിന്നെ പുറകോട്ട് വന്ന് എന്നെ തട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, സുബോധത്തിന്റെ ആത്മാവല്ലേ. ഉടനെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു ഞാൻ കളിയാക്കാനായിട്ടുള്ള. അതൊക്കെ എന്നെ കാണിച്ചു. ഞാൻ അന്ന് വിളിച്ചിട്ട് ഞാൻ ദൈവമായിട്ട് അന്നൊരു ഉടമ്പടി എടുത്തു, കർത്താവേ, ഞാൻ ജീവിതത്തിൽ പലവിധമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അറിവില്ലാതാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എൻ്റെ റിബല്യസ് നേച്ചറാണ്. ഞാൻ ജനിച്ചതും വളർന്നതും പെന്തക്കോസ്റ്റൽ ഫാമിലിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളുണ്ട്, അറിയാതെ ചെയ്ത പാപങ്ങളുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് ഇനിയും ഒരു ജീവിതം തരുന്നുണ്ടെങ്കിൽ അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, എനിക്കൊരു സൗഖ്യം തരുവാണെങ്കിൽ അനേകരുടെ മുമ്പിൽ ഞാനൊരു സാക്ഷ്യമായി തീരുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പണം ഉണ്ടാക്കണം, നല്ലതായ രീതിയിൽ ജീവിക്കണം എന്നാണ്. രാച്ചെന്ന് പറയുന്നാൽ അങ്ങ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. there is a saying that passion energizes people. എനിക്കറിയത്തില്ലായിരുന്നു ഈ പാഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എടുത്ത ആ സെക്കുലർ ആയിട്ടുള്ള ആ ഫീൽഡിന് വേണ്ടിയുള്ള ഒരു പാഷൻ ആയിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് പാഷൻ ഇല്ലായിരുന്നു. രാജയെ ഞാൻ കളിയാക്കുമായിരുന്നു. വയ്യാതൊക്കെ ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ 4 കാലിൽ പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഈ എനർജി എന്ന്. അപ്പൊ എന്നോട് പറയുമായിരുന്നു, ദൈവസ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ ക്ഷീണമൊന്നുമില്ല. ഞാൻ പറയാം, വീട്ടിൽ വരുമ്പോഴേ ഉള്ളല്ലോ ക്ഷീണം. അങ്ങനെയൊക്കെ പല രീതിയിലും ഞാൻ പുള്ളിക്കാരനെ ദ്രോഹിച്ചിട്ടുണ്ട്.
വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോഴും പറയുമായിരുന്നു, 2 ചിറകുണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയും, ഈ ചിറക് എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് നിങ്ങളോട് ചോദിച്ചതാണല്ലോ, എനിക്ക് ഈ ഏരിയയുമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പുള്ളി മുൻപോട്ട് പോകാൻ നോക്കുമ്പോൾ ഡബിൾ ഫോഴ്സിൽ ഞാൻ പുറകോട്ട് പിടിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ പിടിച്ചിടും, ജയിക്കും എന്തെങ്കിലും. എന്നിട്ട് ഞാൻ പറയും, കുടുംബമായിട്ടൊരു മിനിസ്ട്രി ചെയ്തില്ലെങ്കിൽ അത് മുന്നോട്ട് പോകത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ തിരിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഞാൻ അങ്ങ് ഹാർഷായിട്ട് സംസാരിക്കുമായിരുന്നു. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഇൻലോസിനെ വിളിച്ചു, ആദ്യം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ ക്ഷമ ചോദിച്ചു. പുള്ളിക്ക് തന്നെ അതിശയമായിരുന്നു, ബിക്കോസ് ഒരിക്കലും സോറി പറയാത്ത ഒരാളാണ്. എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും ജസ്റ്റിഫിക്കേഷൻ ചെയ്ത്, സെൽഫ് ജസ്റ്റിഫൈ ചെയ്ത് അത് ഞാൻ കറക്കി തിരിച്ച് ഞാനാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ആർഗ്യൂ ചെയ്ത് നിർത്തുമായിരുന്നു. ഒരിക്കലും എന്നോട് ഒരു ആർഗ്യുമെന്റേറ്റീവ് അല്ല എൻ്റെ ഹസ്ബൻഡ്. ഒന്ന് ക്വയറ്റായിട്ടിരിക്കും എന്തെല്ലാം പറഞ്ഞാലും. അന്നേരം ഞാൻ പറയായിരുന്നു, വഴക്കിടാൻ പോലും ഒരു രസമില്ല, ബിക്കോസ് തിരിച്ചൊന്നും പറയാത്തത് കൊണ്ട് അത് ക്വയറ്റായിട്ടിരിക്കുമായിരുന്നു. അന്നേരം ഒക്കെ അതല്ല എൻ്റെ മുഖത്തൂടെ എൻ്റെ മുമ്പിൽ കൂടെ കടന്നു വന്നിട്ട് ഞാൻ ചാച്ചിയോട് പറഞ്ഞു, ചാച്ച, ഐ ആം വെരി സോറി. ഞാൻ പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിച്ചത്, നിങ്ങളെക്കാട്ടിൽ ദുഃഖിപ്പിച്ചതിലധികമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിച്ചത്, എന്നോട് ക്ഷമിക്കണം. ഉടനെ എന്നോട് പറഞ്ഞത്, ബിൻസി, ദൈവമാണ് എനിക്ക് നിന്നെ തന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ദിവസം നീ ഇറങ്ങി തിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് നിന്നോട് ഒരു പ്രയാസവും ഇല്ല. ഞാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെയാണെങ്കിൽ ഒരു രീതിയിലും ഒരു ഡിസ്ലൈക്കും നിനക്ക് വന്നിട്ടില്ല. ദൈവസ്നേഹം ഒരിക്കലും നിന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇൻലോസിനോട് വിളിച്ച് ഞാൻ സോറി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ബിൻസി, എൻ്റെ കണ്ണുനീർ ഒരിക്കലും വൃഥാഭാവത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. രാത്രി കാലങ്ങളിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ദൈവശബ്ദം കേൾക്കുമായിരുന്നു, നീ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ എനിക്ക് നിന്നോട് പേടിയായിരുന്നു പറയാനെന്നും. അതുമല്ല, ആ സമയത്ത് പറഞ്ഞാൽ നിന്റെ റിയാക്ഷൻ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പക്ഷേ എന്നോട് മമ്മി പറഞ്ഞത്, എൻ്റെ ഓരോ കണ്ണുനീരും ദൈവത്തിന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ബോധമുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു ഡോക്ടർ ഇൻ ലോ ആയിട്ടല്ല കാണുന്നത്. എന്നോട് പല കാര്യങ്ങളും എൻ്റെ മമ്മി എന്നോട് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ അമ്മായിയമ്മ എന്നേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ, ചാച്ചൻ്റെ മദർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കൽ പോലും എൻ്റെ മദർന്ന് ഞാൻ പറയത്തില്ലായിരുന്നു. എന്നോട് പല വട്ടം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ബിൻസി അങ്ങനെ പറയരുത്, നിങ്ങളുടെ മദർ എന്ന് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനാണെങ്കിൽ ചാച്ചയുടെ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻസും ഇല്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്, ഞങ്ങളെല്ലാം ഇവിടാണ്, ഞങ്ങൾ വെരി ക്ലോസ് പീപ്പിൾ ആണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ടല്ലോ, എൻ്റെ സിബ്ലിങ്സ് ഉണ്ട്. എന്തോ എനിക്കത് മതി, എൻ്റെ ഭർത്താവിനെ മാത്രം മതി എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. പല വിധത്തിലും അന്നേരമൊക്കെ ഞാൻ ഈ അസുഖം വന്നപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ പ്രയാസങ്ങളും അവർ വീട്ടിൽ വന്ന് എത്ര നേരം മുട്ടുമേലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒക്കെ ആ സ്നേഹമൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗെറ്റ് ടുഗദറിന് ഞാൻ പോകത്തില്ല. അച്ഛൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മോഹമൊക്കെ മാറും, വിഷമമാ. ഞാൻ എപ്പോഴും വന്നിട്ട് കളിയാക്കുമായിരുന്നു, ഞങ്ങൾ ചാച്ചയെ അഡോപ്റ്റ് ചെയ്തേക്കുവാണെന്ന് പറയുമായിരുന്നു, ദത്തെടുത്തേക്കുവാ. അതുകൊണ്ട് ആ ഫാമിലി ആയിട്ട് ഒരു കണക്ഷനും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എൻ്റെ മദർ ഇൻ ലോയുടെ കരച്ചിലും, മമ്മി എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് പേഴ്സൺ ആണ്. ആ തകർന്നിരിക്കുന്ന അവസ്ഥ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പലവിധമായ പ്രയാസങ്ങളിൽ പെടും. പക്ഷെ എനിക്ക് ക്യാൻസർ ആന്ന് വന്ന ഉടനെ മമ്മി തകർന്നു പോയെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച പോലല്ല എൻ്റെ മമ്മിയുടെ എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കുവാൻ തുടങ്ങി. ഓരോ ദിവസവും മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴും ഞാൻ എത്രമാത്രം മമ്മിയെ ദുഃഖിപ്പിച്ചെന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം തുടങ്ങി. അങ്ങനെ ഞാൻ ആ ദൈവസന്നിധിയിൽ ഞാൻ മമ്മിയോടും കുഞ്ഞുങ്ങളോടും ഞാൻ സോറി പറഞ്ഞു. ജോഷുവായിട്ട് വിളിച്ചിട്ട് ഞാൻ സോറി പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, മാം, ഐ ന്യൂ യു ആർ ജോക്കിങ്, നീ എന്നെ കളിയാക്കോ, ജോക്കിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ അങ്ങനെ ആണെങ്കിലും പരിശുദ്ധാത്മാവിനെ ആയിരുന്നു ഞാൻ ദുഃഖിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ജോഷ പറഞ്ഞത്, നമ്മൾ കുടുംബമായിട്ട്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും, അതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി ദൈവം നിന്നെ തകർക്കും
തകർക്കാനല്ല, പണിയുവാനാണ്. ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ കുടുംബമായിട്ട് പ്രയോജനപ്പെടുവാനാണ്. ഇതൊരു ശോധനയല്ല, പിന്നെ ഒരു പ്ലസ് പോയിന്റ് ആണെന്നുള്ള രീതിയിൽ ദൈവത്തോട് നമുക്ക് കൂടുതലായി അടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോഷുവായും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ദൈവിക സമാധാനം, സന്തോഷം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ആ ലവോദിക്ക സഭയില് വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ എന്നോട് ഇന്ന് താഴം കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ദൈവ സമാധാനം എൻ്റെ ഉള്ളിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് പോയി. അങ്ങനെ എൻ്റെ ഫാമിലീസിന്റെ നെറ്റ്വർക്കിലെല്ലാം പലരോടും ഞങ്ങൾ ചോദിച്ചു, കീമോ ചെയ്യാൻ പറ്റുമോ, എങ്ങനെങ്കിലും ഇതൊന്ന്. അവരെല്ലാം ഞങ്ങളെ കൈവിട്ടു. നിരാശയുടെ അനുഭവത്തില് ദൈവസമാധാനം എന്തെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മളെല്ലാവരും ആണെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ആണെങ്കിൽ ഞങ്ങൾ പല കൗൺസിലിങ്ങിൽ ഞാൻ പോയിട്ടുണ്ട്, ഞങ്ങൾ ആയി കാണാൻ. പക്ഷെ ഇപ്പോഴത്തെ ദൈവിക സമാധാനം എന്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. ദൈവത്തോട് അടുക്കും തോറും ദൈവിക സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കഴിവ് ദൈവം തരും. അതാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. ആ ദൈവിക സമാധാനം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് ഇത് ഫീൽ ചെയ്തത്. അടുത്ത 3 മാസം ഞാൻ പറഞ്ഞില്ലയോ, ആൾക്കാർ എന്നെ വന്ന് കാണും. സമയം പോയോ സിസ്റ്ററെ? ഞാൻ സമയം ട്രാക്ക് ചെയ്തില്ല. സിസ്റ്റർ 10 മിനിറ്റും കൂടെ എടുക്കും. ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ദൈവിക സമാധാനം എന്തെന്നറിയാൻ ആ 3 മാസം ഞാൻ എനിക്ക് വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷെ ആ എൻകൗണ്ടർ ഞാൻ ദൈവമായിട്ട് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞ ഉടനെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന പിന്നെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, 3 മാസം ഞാൻ ഹെവൻലി അനുഭവം എന്ന് പറഞ്ഞാൽ ആ ദൈവിക സമാധാനം, ആ ഷെക്കൈനയുടെ മറവിൽ എന്നെ മറച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആൾക്കാർ വന്ന് കരഞ്ഞിട്ട് ഒക്കെ പോകുമ്പോൾ ഞാൻ പറയും, ഇല്ല, ദൈവം എന്നെ പിന്നെ തകർക്കുകയില്ല, ദൈവം എന്നെ പണിയാനാണ്, നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ 6 months ഒരു ഫോളോ അപ്പിന് പോവാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തോടെ ഇരിക്കും. പക്ഷെ ഞാൻ കാം ആൻഡ് കൂളായിട്ടാണ് കടന്നു ചെന്നത്. ആ സമയമാണെങ്കിൽ ഈ ജീവിതത്തിൽ ഇതൊക്കെ വരുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ചാച്ചയാണെങ്കിൽ ആഫ്രിക്കയിലോട്ട് പോയി. ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും, ഞാനിത് ക്യാൻസൽ ചെയ്താൽ അത് നടക്കത്തില്ല, അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഈ റിസൾട്ട് തനിയെ മേടിക്കാനാണ് പോയത്. ബിക്കോസ് ഫാമിലി ഒക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ തനിയെ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിന്റെ പ്രൈവറ്റ് നേഴ്സ് എന്ത് ചെയ്യാൻ ചോദിച്ചു. ഹസ്ബൻഡ്, ബിക്കോസ് ഒത്തിരി ഡ്രസ്സിങ് ഒക്കെ ചെയ്യണമല്ലോ. ആ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട്, എന്താണെന്ന് അറിയുന്നത്, ഒരു മെഡിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഹസ്ബൻഡാണ്. പക്ഷെ ഡ്രസ്സിങ് ഒക്കെ വലിച്ചു ഊരുമ്പം വളരെ വേദന എടുക്കും. പക്ഷെ എന്നോട് എൻ്റെ ഭർത്താവ് പറയാം, അതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും, എൻ്റെ കർത്താവെ, ഞാൻ ഡ്രസ്സിങ് മാറ്റുന്ന ഉടനെ അവൾക്കൊരു വേദനയും വരല്ലേ എന്ന്. അതുപോലെ ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് അതൊരു ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ആണ്. എൻ്റെ ഡ്രസ്സിങ് ഒക്കെ പുള്ളിയായിരുന്നു ചെയ്തുകൊണ്ടേ ഇരുന്നത്. അങ്ങനെ ഞാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു, ആഫ്രിക്കയിലാണ്. എന്നോട് പറഞ്ഞു, നീ അത്രയ്ക്ക് ഹാർഡ് ടൈം കൊടുത്ത് പുള്ളി ആഫ്രിക്കയ്ക്ക് ഓടിയോ എന്ന് തമാശന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പുള്ളി ഒരു പാസ്റ്ററാണ്, ഞാൻ ഒരിക്കലും ഒരാളോട് ഞാൻ പാസ്റ്റർ എന്ന് പറയത്തില്ല. ഉടനെ എന്നോട് ചോദിച്ചു, ഹീസ് എ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, യെസ്, ഓഫ് കോഴ്സ്, ഹീസ് വർക്കിംഗ് ആസ് എ ജനറൽ മാനേജർ, ബട്ട് ഹീസ് ഓൾസോ വർക്ക് ആസ് എ പാസ്റ്റർ എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ചോദിച്ചു എന്താണ്. അപ്പൊ ഞാൻ ഈ മിനിസ്ട്രിയെ കുറിച്ച്, ആഫ്രിക്കയിലുള്ള മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ബിൻസി, ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് നേച്ചർ. എന്നോട് പറഞ്ഞത് ഈ റിസൾട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പലവിധമായ സ്കാനിലൂടെ ഞങ്ങൾ നിന്നെ പറഞ്ഞു വിട്ടു, കടത്തി വിട്ടു, പലവിധമായ ബയോപ്സി ചെയ്തു, പലവിധമായ സ്കാനിങ്ങും അല്ലെങ്കിൽ ലാബ്സ് ചെയ്തു, അതിലൊന്നും ഞങ്ങൾക്ക് ക്യാൻസർ സെല്ല് കാണുവാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞു, ഇതൊരു മിറക്കിളാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, അത് കൊള്ളാവല്ലോ, ഞങ്ങളപ്പോൾ ഒന്നും ചെയ്തില്ലയോ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ കൈവിട്ടില്ലേ, നിങ്ങളെല്ലാം എന്നോട് പറഞ്ഞില്ലയോ ലിവർ ഫെയിൽ ചെയ്തതുകൊണ്ട് ലിവർ കംബാക്ക് ചെയ്യാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, അവൻ്റെ അടിപ്പിണരുവാലാൽ എന്നെ സൗഖ്യം ചെയ്തു. എൻ്റെ ക്രൂസില് ഞങ്ങളുടെ വേദനകളെ വഹിച്ച ദൈവം, ഞങ്ങളുടെ രോഗങ്ങളെ സാക്ഷാൽ ക്രൂസിൽ വഹിച്ച ദൈവം, ആ ദൈവത്തിനെ ഞാൻ അവിടെ ഇരുന്നവരോടെല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാനൊന്നും കൂടെ പറയട്ടെ, ഇപ്പോഴും
ഓരോ 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 മീറ്റിങ്ങിലും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പേഷ്യൻസിന്റെ മീറ്റിങ്ങിൽ എന്നെ അഡ്വക്കേറ്റ് ആയിട്ട് വിളിക്കും. ബിക്കോസ് ഐ ആം ദി പ്രിറ്റി മച്ച് ദി യങ്ങസ്റ്റ് പേഷ്യന്റ് ദെയർ. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ഹീലിംഗിന്റെ കാര്യം പറയുന്ന ഉടനെ എൻ്റെ യേശു അപ്പച്ചന്റെ നാമം മാത്രം ഉയർത്തി കാണിക്കും. പെയിനിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ബിക്കോസ് അവർക്ക് എന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവരെന്റെ പെയിൻ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു, എന്റെ കീമോ സ്റ്റോപ്പ് ചെയ്തു. പ്രിറ്റി മച്ച് ഞാൻ മരിച്ചു പോകുന്ന അവർ കണ്ടതാണ്. റിപ്പോർട്ട്സ് എല്ലാം കാണുന്നത് ഇറ്റ്സ് എ സാഡ് കേസ്, ഇറ്റ്സ് എ സാഡ് കേസ് എന്നും പറഞ്ഞുകൊണ്ട് ലിവർ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് കൊടുക്കാം, പക്ഷെ ലിവർ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ ഇപ്പോഴെല്ലാം കൊണ്ടല്ലോ എൻ്റെ ദൈവത്തെ ഞാൻ ഉയർത്തി കാണിക്കും. ആ സാക്ഷ്യം അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് പോലും എൻ്റെ സാക്ഷ്യം പറയാതെ ഞാൻ ഒരു ദിവസം കടന്നുറങ്ങുവാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ബോൾഡായിട്ട്, ഞാൻ പ്രൗഡായിട്ട് യേശു എന്നെ സൗഖ്യമാക്കി. ആ അടിപ്പിണരുകളാല് ആ സൗഖ്യം മാത്രമല്ല, ലോകത്തില് തരാൻ പറ്റാത്ത സമാധാനം, ലോകത്തിന് തരാൻ പറ്റാത്ത സന്തോഷം, ദൈവിക സമാധാനം സന്തോഷമാണ് നമ്മുടെ ഈ ലോകത്തിലെ എന്തെല്ലാം പ്രയാസത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം. എനിക്ക് ക്യാൻസർ ആണ്, നിങ്ങൾക്ക് പലവിധമായ പ്രയാസങ്ങളിലൂടെ ഗോത്രൂ ചെയ്യുന്നുണ്ടോ, ദൈവത്തോടൊന്ന് കൂടുതലായി അടുത്ത് എല്ലാത്തിനും ഒരു പരിഹാരം കാണും. ഞാനിപ്പോ എൻ്റെ ജോക്കിങ്ങില് എൻ്റെ ഭർത്താവിനോടും മദറിനോടും ഒക്കെ ഞാൻ പറയും, നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്നോട് പറയുന്നത്, അബിൻസി, ഞങ്ങളുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലൊന്നും വന്നിട്ടില്ല, പക്ഷെ നിന്റെ കാഴ്ചപ്പാടിനാണ് ഏറ്റക്കുറച്ചിലുകൾ വന്നത്. നിന്റെ കണ്ണൊന്ന് തുറന്നത് കൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹം കാണുവാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ഈ ദൈവിക സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചറിയാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായതേ ഉള്ളൂ. പണമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ ദൈവിക സമാധാനം, സന്തോഷം ലാക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോഴെല്ലാം ഉണ്ട്, പക്ഷെ there are differences in opinion എന്ന് പറഞ്ഞാല് എനിക്ക് മിനിസ്ട്രിയോട് താല്പര്യമില്ലാത്ത രീതിയിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയിൽ വിടുതലുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും കർത്താവിനെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ദൈവപ്രവൃത്തി നടക്കുവാൻ തുടങ്ങി. എത്രയോ പേര് ഞങ്ങളെ വിളിച്ച് ഈ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ വിളിച്ചു. സർജറി വേണമെന്ന് പറഞ്ഞു. 18-ാം തീയതി മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ബിക്കോസ് സ്കാനിങ്ങിന് ചെന്നപ്പം there is no cancer in her body. അങ്ങനെ ദൈവം അത്ഭുതകരമായി ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ വചനം കൊണ്ട് ഇറങ്ങി ചെല്ലുവാന്. പിന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഗോത്രൂ ചെയ്തതാണല്ലോ, no one else can beat my testimony. എന്റെ സാക്ഷ്യമല്ല, ഞാൻ ഗോത്രൂ ചെയ്തതാണല്ലോ. അത് ഞാൻ പറയുന്ന ഉടനെ അവർക്കൊരു ഉത്തേജനവും ദൈവത്തിങ്കിലേക്കുള്ള ഒരു അടുപ്പവും. ഞാനിപ്പോ എല്ലാവരോടും പറയുന്നത്, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരേ ഒരു മരുന്നേ ഉള്ളൂ, ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ അസ്. അവന്റെ കൃപ മതി, എന്റെ കൃപ നിനക്ക് മതി. അത് മതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്. അത് പെർഫെക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബലഹീനതയിൽ താങ്ങുന്ന ഒരു കൃപയുണ്ടല്ലോ, അത് ദിവസം തോറും പുതുക്കം വരത്തക്കവണ്ണം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി പുതുക്കം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവഹിതത്തിന് വേണ്ടി, ദൈവിക പദ്ധതി എന്തെന്ന് അറിയുവാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഹിതം എന്തെന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും ദൈവ പ്രാതിപത്യത്തിലേക്ക്. ഞാൻ അവിടെയാണ് ഫെയിലിയർ ആയി പോയത്. ബിക്കോസ് എൻ്റെ ഹിതത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷെ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളായി നമ്മൾ ദൈവഹിതം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തെന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. അങ്ങനെ പോയി കഴിയുന്ന ഉടനെ യാതൊരു പ്രയാസമില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അങ്ങയുടെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പരിശുദ്ധ പിതാവേ, അല്ലെങ്കിൽ ഈ പകൽക്കാലത്തെ സമയത്തിനായി സ്തോത്രം. ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം എന്തെന്ന് അനുഭവിച്ചുകൊണ്ട് ദൈവിക സന്നിധിയിൽ വിടുതൽ പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിപ്പാൻ സ്വർഗമേ നീ സഹായിക്കണമേ. ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾ
തലമുറകൾക്ക് വേണ്ടി ദൈവമുള്ള തലമുറയെ ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി മാത്രം തീർന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ പൊന്നുപിതാവേ. ആമേൻ ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് സിസ്റ്ററെ. ദൈവം ഒരുപാട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക രാജ്യങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിങ്ങളെ കുടുംബമായിട്ട് ആമേൻ ദൈവം എത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പാട്ടുകാരൻ പാടുന്നത് പോലെ ദോഷമായിട്ടൊന്നും പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ തിന്മയ്ക്കെന്ന് നാം കരുതിയാലും ഹല്ലേലൂയ ആമേൻ സകലതും 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 ആമേൻ നന്മയ്ക്കായി കൂടി അത് വ്യാപരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആമേൻ തന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപകളെ ഓർത്ത് അസൗഖ്യത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്ര റിബലായിട്ട് നമ്മൾ നിന്നാലും ഹല്ലേലൂയ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ ദൈവം എത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ആമേൻ ഒരാള് ആമേൻ സിസ്റ്ററിനെ ഒരു കുടുംബത്തെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് ആമേൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഓ നല്ല യാമാരംഭത്തിനായി വേണ്ടി ഞങ്ങൾക്ക് നന്ദി പറയുക. കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വലിയ ഹല്ലേലൂയ ആ ശബ്ദത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രിയ ദാസിയും കുടുംബത്തെയും അല്ലെങ്കിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ ഈ നാളുകളിൽ കർത്താവെ ഹല്ലേലൂയ ആമേൻ കർത്താവെ ലോകത്തിന്റെ പല രാജ്യങ്ങളെ റമാനകശന്തരമനകടകസിയ കർത്താവെ നിന്റെ ദാസിയെ ശക്തമായി കരങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാ. കർത്താവെ അസാധ്യമെന്ന് വിധി എഴുതിയ ഹല്ലേലൂയ ആമേൻ ദുഷ്ടൻ വിധി എഴുതിയെങ്കിൽ ആമേൻ കർത്താവെ നിന്റെ മകൾക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് ചെയ്ത വലിയ ഉപകാരത്തിനായി നന്ദി പറയുക. ഈ നാളുകളിൽ കർത്താവെ ഹല്ലേലൂയ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ആമേൻ കർത്താവെ അനേകരെ നാശത്തിൽ നിന്ന് കർത്താവെ പുറത്തെടുക്കുവാൻ ആമേൻ തന്റെ കർത്താവെ ദാസിയും കുടുംബത്തെയും കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി നന്ദി കർത്താവെ. നന്ദി കർത്താവെ. ആമേൻ ദാനമായി കൊടുത്ത മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുക. പ്രത്യേക കർത്താവെ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സമർപ്പണത്തോടെ കടന്നുപോയ പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ നഗടക ശാന്തുരമനകസിയ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ അന്ത്യകാലത്തിൽ വലിയൊരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജ്യങ്ങളിൽ ഉറമനകസിയ അന്തുരമനഘടകരകൽക്കന ഓ രാജ്യങ്ങൾ 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 താണ്ടി ആമേ ശക്തമായി ഹല്ലേലൂയ വലിയൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ആ പൈതലിനെ കർത്താവ് വേർതിരിച്ചിരിക്കുകയാൽ ആമേ ഞങ്ങളെ മക്കൾക്ക് വേണ്ടി മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ധനമായി കൊടുത്ത മക്കളെ ഹല്ലേലൂയ ആമേ മറ്റു 3 പേരെയും ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ആമേ കർത്താവിന്റെ മക്കളെ കരങ്ങൾ ആമേ ഉപയോഗിക്കുന്നതിനായി നന്ദി കർത്താവെ. ഞങ്ങളുടെ ബലമുള്ള കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുക. താവേ ഇന്നത്തെ ഹല്ലേലൂയ താവേ പ്രേരണ കടന്നു ആമേ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. താവേ സാക്ഷ്യം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന താവേ ഹല്ലേലൂയ തങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുവാൻ ആമേൻ ഞങ്ങളുടെ കുറവുകൾ എവിടെയെന്ന് ആമേ കർത്താവെ ഏൽപ്പിക്കേണ്ടത് എവിടെയെന്ന് ആമേൻ ഇന്ന് ഹല്ലേലൂയ ആമേ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുവെങ്കിൽ ആമേൻ ഈ നാളുകളിൽ ആമേ ഹല്ലേലൂയ ഒരു പുതുപ്രതിഷ്ഠയോടെ കർത്താവെ ഹല്ലേലൂയ സമർപ്പണത്തിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ ഹല്ലേലൂയ എന്റെ കൃപ നിനക്കും അത് ബലഹീന തികഞ്ഞു വരുന്നത് അത് ഏതെല്ലാം പദ്ധതിയിലൂടെയെന്ന് ആമേ ഞങ്ങളോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി യാമാരമ്മ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ പ്രിയ ക്രിസ്ത്യൻ കുടുംബത്തെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുക. കർത്താവെ നേതൃത്വം കൊടുക്കാൻ ദാസിയെ കർത്താവുമായി ഒരുക്കിയതിനായി സ്തോത്രം. കുടുംബം അനുഗ്രഹിക്കുക. ഓ ഹല്ലേലൂയ കർത്താവെ നാളുകളിൽ അത്ഭുതങ്ങൾ ഹല്ലേലൂയ അത് ചെയ്തെടുക്കുന്നതിനായി നന്ദി. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവ് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ.
ആമേൻ ആമേൻ. താങ്ക് യു കുഞ്ഞോളാൻറ്റി. ആമേൻ. താങ്ക് യു വിൻസി സിസ്റ്ററെ. ഒരു പ്രാവശ്യം കൂടി ആമേൻ ആമേൻ. റേസ്ഡ് ഇൻ ഗ്ലോറി എന്ന പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ ആമേൻ സാക്ഷ്യമായി നിൽക്കുവാൻ ആമേൻ ഈ മെൽബൺ പ്രദേശത്തോട് ആമേൻ തൻ്റെ സാക്ഷ്യം വിളിച്ചു പറയുവാൻ സിസ്റ്ററിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ് നൗ. താങ്ക് യു. ഓക്കെ. ഓക്കെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അല്ലേ? ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. അതെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. നേർക്കൊരു വളരെ പുതുജീവൻ വന്നതുപോലെയായി. എന്നെ ആമേൻ. കേട്ട എല്ലാവർക്കും തന്നെയല്ല, ലോകത്തോട് തന്നെ ഇത് പരിശുദ്ധാത്മാ മോനെ കുറിച്ച് പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് ചില പ്രവൃത്തികൾ ആ കുഞ്ഞിലൂടെ കർത്താവ് ചെയ്തെടുക്കാനുണ്ട്. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഓക്കെ. ബൈ. Okay, Amen. Thank you. Bye. Good night. Bye. Good night. Amen. Amen. Hallelujah.